ദൈവത്തിന്റെ പരിശുദ്ധമായി നാം മഹത്വപ്പെടുമാറാകട്ടെ. സന്തോഷം നിറഞ്ഞ ഈ രാത്രികാലത്ത് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടി ആലയത്തിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരാൻ തക്കവണ്ണം ദൈവം ഒരുക്കി നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പ്രത്യേകാൽ ഈ സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇവിടേക്ക് എന്നെ പ്രകാരം അനുസരിപ്പാൻ തക്കവണ്ണം തീർന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവനാമത്തിലുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. സഭയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്തെയും അവൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇപ്രകാരം ഉള്ള ഒരു നീണ്ട ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം തന്റെ ദാസനെ ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്ന കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ ദേശത്ത് ദൈവം തന്റെ ജനത്തെ ഇനിയും കൂട്ടിവരുത്തും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആയതുകൊണ്ട് ആമേൻ ആ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. നമുക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ്. ആമേൻ. സ്തോത്രം. പ്രത്യേകാൽ ആമേൻ ഈ സമയം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. സരി ബ്രദർ തുടങ്ങി നമുക്ക് ആമേൻ പരിചയമുള്ള മുഖങ്ങളാണ് മുമ്പിൽ കാണാൻ കഴിയുന്നത്. സ്തോത്രം. എല്ലാവരും ദൈവം അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മോട് എന്താണോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് എപ്രകാരം ഇടപെടാൻ ആഗ്രഹിക്കുന്നു അത് ദൈവം നമ്മോട് അങ്ങനെ ഇടപെടും. സ്തോത്രം. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക, കർത്താവെ എന്നോട് നീ സംസാരിക്കണം. അവൻ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അമ്മ വിഷയങ്ങൾ വ്യത്യസ്തമാണ്, ജീവിതം വ്യത്യസ്തമാണ്. അമ്മ പലരും പല കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. സ്തോത്രം. എന്നാൽ ദൈവം നമ്മൾ എല്ലാവരും വ്യക്തമായിട്ട് അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന് തന്റെ വചനത്തിൽ കൂടി നമ്മോട് എല്ലാവരോടും വ്യക്തമായി ഇടപെടാൻ തക്കവണ്ണം കഴിയും. അമ്മ സ്തോത്രം. ആയതുകൊണ്ട് ആ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കാൻ പോകുന്നതെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി തന്നെ ആമേൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 സങ്കീർത്തനം, അതിന്റെ 1 വാക്യം. സങ്കീർത്തനം 127 അതിന്റെ 1 വാക്യം. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ഭാഗമാണ് അല്ലെ. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. നമ്മുടെ ദൈവം വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം വീട് പണിയാതിരുന്നാൽ പണിയും, പക്ഷെ വൃഥാ അധ്വാനിക്കും. പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. സ്തോത്രം. ഇന്ന് ആമേൻ രാത്രി നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ലോകത്ത്, അതായത് ആമേൻ പുറം ലോകത്ത്, അതായത് നമ്മൾ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവൻ വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ യൗവനക്കാർ അവൻ ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ സഹിതം സ്കൂളിൽ പഠിക്കുന്ന 7-8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സഹിതം ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പിശാച് അത്രമാത്രം പിടിമുറുക്കി കഴിഞ്ഞു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാം. കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞോ അറിയാതെയോ അവരെ ഈ വലയിലേക്ക് വീഴ്ത്തുകയാണ്. 7, 8, 9, 10 ക്ലാസ്സുകളിലുള്ള കുഞ്ഞുങ്ങളെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന് ആമേൻ കൗൺസിലിംഗിൽ കൊണ്ടുവന്ന് ആക്കുകയാണ്. സ്തോത്രം. അവരെ വീടുകളിൽ അവരെ അറിയിട്ടില്ല. അമേൻ. അപ്രകാരമുള്ള വഴിയിലേക്ക് ആ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാൻ തക്കവണ്ണം പിശാച് പല വ്യക്തികളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് മാത്രമല്ല, അമേൻ പെന്തക്കോസ്ത് കോളത്തിലും ക്രിസ്ത്യാനിയുടെ ഇടയിലും അവൻ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ആയതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സ്തോത്രം എന്ത് പറയാം, ഒരു എന്താ പറയാ, നമ്മളൊരു പരിചയ വച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അതായത് അമേൻ നമ്മൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. സ്തോത്രം. അവൻ നമ്മൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ടതായിട്ടുമുണ്ട്. അവൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ തൊക്കാണ് കഴിയുകയില്ല. എന്നാൽ ഇന്ന് രാത്രി അവൻ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? സ്തോത്രം. അവൻ ലോകത്ത് എന്തുകൊണ്ട് അവൻ ഇതൊക്കെ നമുക്ക് കാണാൻ തൊക്കെ കഴിയുന്നു? സ്തോത്രം. എന്തുകൊണ്ട് അവൻ പെന്തക്കോസ്ത് സഭകളിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പോലും അവൻ ഡിവോഴ്സ് കേസുകൾ വരും? എന്തുകൊണ്ട് അവർ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു? എന്തുകൊണ്ട് യൗവനക്കാർ തെറ്റിപ്പോകുന്നു? എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ തെറ്റായ വഴി കൂടി കടന്നു പോകുന്നു? അത് ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. നമുക്ക് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും, ഇതിനെക്കുറിച്ച് സ്തോത്രം ബോധവൽക്കരണം ചെയ്യാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അല്പസമയം നമുക്ക് ആമേൻ സ്തോത്രം എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആമേൻ ദൈവം ആമേൻ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ആമേൻ ഭവനം ദൈവം പണിയണം, ഭവനം ദൈവം പണിയണം, കുടുംബം ദൈവം പണിയണം. ആമേൻ സ്തോത്രം. ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി ആമേൻ ദൈവ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ആമേൻ പരാജയം സംഭവിക്കുന്നത്. എന്നാൽ ഇത് രാത്രിയിൽ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം സകലതും ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുടുംബം ഉണ്ടാകും. സ്തോത്രം. ഒരു വീട് നമ്മൾ ഉണ്ടാക്കുന്നു, അത് ഭവനമായി മാറുന്നത് കുടുംബം അതിൽ വസിക്കുമ്പോഴാണ്.
ഒരു അമ്മ, ഒരു അപ്പൻ, ആമേൻ, കുഞ്ഞുങ്ങൾ, ഇതടങ്ങുന്നതാണ് ഒരു ഭവനം അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ഈ നാളുകളിൽ ആമേൻ സ്തോത്രം ഈ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം പണിത കുടുംബങ്ങളാണോ ഇന്ന് ഉള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മളാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാൽ പണിയപ്പെട്ട കുടുംബങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. സ്തോത്രം. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അപ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങളിൽ പരാജയവും ഉണ്ടാകുന്നത്. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വചനത്തിന്റെ വ്യവസ്ഥയിൽ അല്പസമയം ചിന്തിച്ചു നോക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കാം. മതി. ഇവിടെയാണ് കുടുംബം ദൈവം ഉണ്ടാക്കുവാൻ വേണ്ടി തുടങ്ങുന്നത്. സ്തോത്രം. നമുക്കിത് ചിന്തിക്കേണ്ടത് ദൈവം എങ്ങനെയാണ് കുടുംബത്തെ ഉണ്ടാക്കിയത്. സ്തോത്രം. അങ്ങനെ തന്നെ ദൈവം ഇന്നും കുടുംബത്തെ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് കുടുംബങ്ങൾ നശിച്ചു പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചു. സ്തോത്രം. ഒരു മനുഷ്യനെ ദൈവം ഉണ്ടാക്കി, പക്ഷിമൃഗാദികളെ ഉണ്ടാക്കി, മറ്റു ജീവജാലങ്ങളെല്ലാം ഉണ്ടാക്കി. സ്തോത്രം. എന്നിട്ട് ആ മനുഷ്യനെ കണ്ടിട്ട് ദൈവം പറയുകയാണ്, മനുഷ്യൻ ഇങ്ങനെ ഏകനായിരിക്കുന്നത് നന്നല്ല. ആ നന്നല്ല എന്ന് തോന്നിയത് ആർക്കാണ്? ദൈവത്തിനാണ്. ആദമിനല്ല, ദൈവത്തിനാണ് തോന്നിയത്. ഒരു മനുഷ്യൻ ഏകനായിരിക്കുമ്പോൾ, ഒരു സ്ത്രീ ഏകനായിരിക്കുമ്പോൾ അത് ഏകനായിരിക്കും നല്ലതല്ല എന്ന് അവൻ ആദ്യം തോന്നേണ്ടത് ദൈവത്തിനാണ്. സ്തോത്രം. അപ്രകാരം ദൈവത്തിന് അങ്ങനെ തോന്നിയപ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഹല്ലേലൂയ. ആരുണ്ടാക്കി കൊടുക്കും? ദൈവം ഉണ്ടാക്കി കൊടുക്കും. ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് ദൈവം ഒരു തീരുമാനം എടുത്തു. പിന്നെ എന്ത് സംഭവിച്ചു? വായിക്കാം. 19-ാം വാക്യം. മതി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? പക്ഷിമൃഗാദികളും മറ്റ് ജീവജാലങ്ങളെ എല്ലാം ഉണ്ടാക്കിയിട്ട് അവരെല്ലാം ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് കടത്തിവിട്ടു. സ്തോത്രം. എന്തിനു വേണ്ടി കടത്തിവിട്ടു? ഇവർക്കൊക്കെയും എന്ത് പേര് വിളിക്കും എന്ന് കാണുന്നതിന് വേണ്ടി ദൈവം അവിടെ കാത്തുനിന്നു. അപ്പോൾ വീണ്ടും വായിക്കാൻ കഴിയുന്നത്, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എല്ലാത്തിനും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. അതായത് ദൈവം അമ്മേ സ്തോത്രം ഈ ജീവജാലങ്ങൾ ഉണ്ടാക്കി ആദാമിന്റെ മുമ്പിൽ വരുത്തിയപ്പോൾ ആദാം എല്ലാത്തിനും പേരിട്ടു. സകലത്തിനും ആദാം പേരിട്ടതിന് പേരായി മാറി. പക്ഷേ ഒന്നിനും നാരി എന്ന് പേരിട്ടില്ല, ഒന്നിനും സ്ത്രീ എന്ന് അമ്മൻ ആദാം പേരിട്ടില്ല. അമ്മേ സ്തോത്രം. അതായത് അമ്മ തക്കതായ ഒരു തുണയെ ഈ മൃഗങ്ങളിലോ പക്ഷികളിലോ ഈ ജീവികളിലോ ആദാം കണ്ടെത്തിയില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏകനായിരിക്കുന്ന ആദമനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഏകനായിരിക്കുന്ന നന്നല്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, ഞാനിവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. ഈ ജീവജാലങ്ങളെല്ലാം ആദാമിന് മുമ്പിൽ ഒന്ന് കൂട്ടിവരുത്തി. ആദാം അതിൽ നിന്നും എന്തെങ്കിലും കണ്ടെത്തുമോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും തക്കതായിട്ട് തുണ കണ്ടില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ചിമ്പൻസി, ഗൊറില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് 98% സാമ്യമുള്ളതാണ്. ആദം അവരെ കണ്ട വൈവ നമ്മളാണ് മാച്ച്, എനിക്ക് തുണയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ഇന്ന് നാട്ടുകാർ പറയണ എന്താണ്? അവന്മാരാണ് നമ്മളെ മുത്തച്ഛന്മാരെന്നാണ്, അവരും നമ്മളുണ്ടായെന്നാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ ആദം അത് പറഞ്ഞില്ല. കാരണം ആദമിനെ ഉണ്ടാക്കിയ ദൈവമാണെന്ന് ആദമിനറിയാം. സ്തോത്രം. അപ്പോൾ ആദം ഇതിലൊന്നും തക്കതായിട്ടൊരു തുണയെ കണ്ടെത്തിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ശ്രദ്ധിച്ചു കേൾക്കണമേ. നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവം എങ്ങനെ കുടുംബം പണിതു എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ നാം വ്യക്തമായി പഠിച്ചാൽ എല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അമ്മ തുടർന്ന് വായിക്കുമ്പോൾ, സ്തോത്രം, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അമ്മ സ്തോത്രം. അത് അടുത്ത് ചെയ്ത കാര്യം എന്താണ്? ദൈവം ഈ ആദാമിനെ നല്ലൊരു ഉറക്കം കൊടുത്ത് അവിടെ കിടത്തി. അതിനുശേഷം പതുക്കെ അവന്റെ ഒരു വാരിയിൽ ഊരിയെടുത്തിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ഈ വാരിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവം ഒരു മനോഹര സുന്ദരിയായ ഒരു സ്ത്രീയെ ഉണ്ടാക്കി. സ്തോത്രം. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഈ ആദം എന്ത് ചെയ്യായിരുന്നു? ആദം ഉറങ്ങിക്കിടക്കിയായിരുന്നു. ഉറങ്ങിക്കിടന്ന ആദാമിന്റെ വാരിയലിൽ ഒന്നെടുത്താണ് ദൈവം ഈ പരിപാടിയൊക്കെ ചെയ്തത്. എന്നാൽ ആദാമിന്റെ മുമ്പ് വെച്ചല്ല, അപ്പോൾ അങ്ങോട്ട് മാറി എന്നാണ് ചെയ്തത്. സ്തോത്രം. കാരണം നമുക്ക് വീണ്ടും വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാം. എന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിയെന്നാണ്, ആദാമിന് മുമ്പ് കൊണ്ടുവന്ന് നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ആദം ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ആദാം ഉറങ്ങുകയായിരുന്നു. ആദമിന് മറ്റൊന്നും അറിയത്തില്ല. ആദം നല്ല സുഖമായി ഉറങ്ങി. ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു?
ദൈവം ആദാമിന് വേണ്ടി തക്കതായിട്ടുള്ള ഒരു തുണയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യന് വേണ്ടി തക്കതായ തുണയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. സ്തോത്രം. അപ്പോൾ ദൈവം അവിടെ ചെയ്തത് ആദാമിനെ ഉറക്കി കിടത്തിയിട്ട് അവൻ തക്കതായ തുണ ഉണ്ടാക്കി. സപ്പോസ് ദൈവം ആദാമിനെ അവിടെ ഇരുത്തിയിട്ട് പറയണം, മകനെ ഇവിടെ ഇരുന്നോ, എന്റെ ഒരു വാരിയിൽ ഊരിയെടുക്കുക. വേദന തോന്നാത്ത രീതിയിൽ ഊരിയെടുത്തു. എന്നിട്ട് ആദാമൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വെച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ തുടങ്ങിയ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഭാവന നിങ്ങൾ പറയും, എന്ത് സംഭവിക്കും? ആദം അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ആദാമിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ആദാമിന് വേണ്ടി തക്കതായ തുണ ദൈവം ആദാമിന്റെ മുമ്പ് വെച്ച് ഉണ്ടാക്കുകയാണ്. മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണ്. ഒരു 1500 അഭിപ്രായം വരും. ആദാം പറയും, എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഉണ്ടാക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇത്ര ഹൈറ്റ് വേണം, കൈക്ക് ഇത്ര നീളം വേണം, അത് ഇങ്ങനെ ഇരിക്കണം, അത് സ്ലിമ്മായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ പറഞ്ഞാൽ ദൈവത്തിന്റെ ഇത് ഒന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നും നടക്കത്തില്ല. ആദം എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ആദാമിന്റെ പദ്ധതി മാത്രം നടക്കും. ആദം ഉണ്ടാക്കും. അതുകൊണ്ട് ദൈവം ആദമിനെ ഒരു ഗാഢനിദ്ര വരുത്തി അവിടെ കിടത്തി. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം അവിടെ ഒരു നല്ലൊരു സ്ത്രീയെ ഉണ്ടാക്കിയിട്ട് അവിടെ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശ്രദ്ധിക്കണമേ, ദൈവം എന്ത് ചെയ്തു? അങ്ങോട്ട് മാറി നിന്ന് ആ സ്ത്രീയെ ഉണ്ടാക്കിയിട്ട് അവൾ ജീവൻ കൊടുത്തു. എന്നിട്ട് പതുക്കെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയ ദൈവം, ആ മനുഷ്യന് മുമ്പേ മനസ്സിലാക്കിയ ദൈവം, ആ മനുഷ്യന് വേണ്ടി തക്കതായിട്ടുള്ള തുണയെ ഉണ്ടാക്കി ദൈവം കൈപിടിച്ച് കൊണ്ടുവന്ന് ആദമിന്റെ മുമ്പ് നിർത്തി. അതായത് ദൈവം കൊണ്ടുവന്നു. അപ്പൊ ദൈവമാണ് അത് മനസ്സിലാക്കിയത്. ആദ്യം ദൈവം തന്നെ ഉണ്ടാക്കി, ദൈവം തന്നെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി. ഇന്ന് ചോദിക്കുന്നത് എന്താണ്? പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കൊണ്ടുവരുമോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ലേ? കാലങ്ങൾ കഴിഞ്ഞപ്പോ ഒന്ന് ഇറങ്ങി നോക്കണം, അവിടെ കുട്ടിയുണ്ടോ, ഇവിടെ ആ കുട്ടിയുണ്ടോ നോക്കണം. ബ്രോക്കർമാരത്തെ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒന്നും വരത്തില്ല. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത്രേ ഉള്ളൂ. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ കറക്റ്റ്? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? അറേഞ്ച്ഡ് മാരേജ് എന്നായിരിക്കും എല്ലാവരും മനസ്സിലെങ്കിലും പറയുന്നത്. എന്നാൽ ഈ അറേഞ്ച്ഡ് മാരേജ് തെറ്റാണ്, ലവ് മാരേജ് തെറ്റാണ്. ഇന്ന് മിക്കതും ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കുടുംബങ്ങളും നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു സംഭവം കൂടി ഉണ്ട്, മൂന്നാമതൊരു പരിപാടിയുണ്ട്. അതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലുള്ള ഒരു മാരേജ്, അതായത് ബിബ്ലിക്കൽ മാരേജ് എന്ന് ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു കല്യാണം, ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു വിവാഹം. സ്തോത്രം. അതാണ് ദൈവം നാം എന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം വലിയ കാര്യത്തിൽ ഇതെല്ലാം കാണിച്ചു തന്നു, എല്ലാം വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ഒരു സ്ഥാനമില്ല. ഇന്ന് ദൈവത്തിന് മുമ്പോട്ട് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മളങ്ങ് പണിയുകയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ദൈവമാണ് മനസ്സിലാക്കുന്നത്, ഇവന് വിവാഹപ്രായമായി, ഇവൻ തുണയാ ഇല്ലാതെ ഇരിക്കുന്നത് ഇനി ശരിയാവത്തില്ല. ദൈവം ആദ്യം അത് ചിന്തിച്ചു, ദൈവം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അവൻ രണ്ടാം സ്ഥാനം മാതാപിതാക്കൾക്ക് വരാം, മൂന്നാം സ്ഥാനമാണ് ഈ സ്ത്രീക്കോ പുരുഷനോ വരുന്നത്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഇത് മനസ്സിലാക്കുന്ന ആരാണ്? നമ്മുടെ സഹോദരന്റെ സഹോദരിയാണ് ആദ്യം മനസ്സിലാക്കുക. എനിക്ക് വിവാഹം കഴിക്കാൻ സമയമായി എന്ന് ആദ്യം മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ. രണ്ടാമത് എല്ലാം റെഡിയാക്കുമ്പോഴായിരിക്കും അറിയണം അപ്പനും അമ്മയും അറിയുന്നത്. അവിടെ അപ്പനും അമ്മയും അറിയിക്കുമ്പോൾ പിന്നെ അത് ഒരു ലിമിറ്റ് കഴിഞ്ഞു, പിന്നെ വേറെ വഴിയില്ല, ഇനിയിപ്പോ കെട്ടിച്ചു വിട്ടു. അങ്ങനെ കുറെ നാൾ പോയപ്പോൾ അവസാനം ആത്മഹത്യയുടെ വക്കീലായി, എല്ലാം പ്രശ്നമായി, കുളമായി. ഇനി എന്ത് ചെയ്യണം? ഇനി ദൈവത്തിന് അടുപ്പിച്ചത്, ദൈവമേ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങളെ സഹായിക്കണം. എല്ലാം ഡിസോൾവായി. ആദ്യം ദൈവം പ്രവർത്തിക്കണം, ആദ്യം ദൈവം എല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം, പിന്നെ മാതാപിതാക്കളെ അറിയിക്കണം, പിന്നീടാണ് അവരറിയേണ്ടത്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന അങ്ങനെ ആദ്യം അവരെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് അപ്പനും അമ്മയെ അറിയിക്കുന്നു, അവസാനം എല്ലാം കുളമാകുമ്പോൾ ദൈവത്തിന്റെ അടുത്ത് പോകും. ഇതാണ് എല്ലാത്തിനും പ്രശ്നം. ഹല്ലേലൂയ. കരവർദ്ദത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മളൊരു തീരുമാനമെടുക്കണം. സ്തോത്രം. ദൈവത്തിന് പണിയുവാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന് പണിയുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് പണിയുവാൻ വേണ്ടി എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ തന്നെ പണിയുമ്പോഴാണ് പരാജയപ്പെടുന്നത്. അതാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. യഹോവ സ്തോത്രം വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കും. വെറുതെ അധ്വാനിക്കുക. ഇന്ന് നോക്കിയാൽ അറിയാം, നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഫാമിലി നമ്മൾ കാണുകയാണ്, വളരെ സന്തോഷം. അവർ വീട്ടിലോട്ട് പോയി നോക്കണം എങ്ങനെയായിരിക്കുന്നു. നമ്മൾ കാണുമ്പോൾ അവർ ചിരിക്കുന്നു, കളിക്കുന്നു, കുഞ്ഞുങ്ങളെല്ലാം ഓക്കെ ഹാപ്പിയാണ്. പക്ഷെ അവരെ വീട്ടിൽ, അവരെ സ്വകാര്യ നിമിഷങ്ങളിൽ പോയി നോക്കണം, അവരെങ്ങനെ ജീവിക്കുന്നു, എത്രമാത്രം സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അമ്മേൻ ഒരു ഫാമിലി സ്തോത്രം ഇപ്രകാരം പരാജയത്തിലേക്ക് കടന്നു പോകുന്നത്? ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരാം. സ്തോത്രം.
ചിലർ പറയാറുണ്ട്, കല്യാണ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യണം? എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നീ കെട്ടാൻ പോകുന്ന പയ്യന്, കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് നീ ഉദ്ദേശിക്കുന്നത് എല്ലാം ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. പലരും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും. സ്തോത്രം. എന്നാൽ ഞാൻ വചനം വായിച്ച് മനസ്സിലാക്കിയത്രത്തോളം കാലം അത് തെറ്റാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കരുത്. പറ്റുമെങ്കിൽ ഒരു വിഷയത്തിന് എഴുതി വെച്ച് അങ്ങനെ നമ്മുടെ ഐഡിയ പ്രകാരം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയൊക്കെ കുത്തിയിരുന്ന് എത്ര വർഷം എടുത്ത് എഴുതിയാലും ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആവശ്യമായിരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഇനി അഥവാ നിങ്ങളെല്ലാം എഴുതിയെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളെല്ലാം എഴുതി റെഡിയാക്കി കർത്താവിന് മുമ്പ് കൊടുത്തു, സൈൻ ചെയ്ത് കൊടുത്തു. കർത്താവ്, ഇതാണ് ലിസ്റ്റ്, ഈ ലിസ്റ്റ് പ്രകാരമുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ എനിക്ക് തരണം. പ്രാർത്ഥിച്ചു, ദൈവം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ചോദിക്കാത്ത ഏതെങ്കിലും അതില്ല എന്ന് പറഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉത്തരവാദി നീയാണ്. സ്വന്തം ചോദിച്ചു വാങ്ങിച്ചാൽ അനുഭവിച്ചോ. ഹല്ലേലൂയ. എന്നാൽ അതേസമയം ദൈവത്തിന്റെ സമയത്ത് വിട്ടുകൊടുത്താൽ ദൈവം ഉത്തരവാദി ഇരുന്നുള്ളൂ. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. ദൈവം നമുക്ക് തക്കതായിട്ടുള്ള തുണയെ നൽകുവാൻ തക്കവണ്ണം ഇടയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം രാത്രികാലം നമ്മൾ ചിന്തിക്കുക, നമ്മൾ വീട് പണിയുന്നത് കൊണ്ടാണ്, നമ്മൾ കുടുംബങ്ങളെ പണിയുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക, കർത്താവേ, ഇന്നു മുതൽ എന്റെ സ്തോത്രം ഭവനത്തെ പണിയുവാൻ, എന്റെ കുടുംബത്തെ പണിയുവാൻ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കാം. അതായത് ഇന്ന് സ്തോത്രം ഈ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് കാരണമെന്തെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ അറിയുന്നുണ്ട്. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന ആരെങ്കിലും സ്തോത്രം ഹല്ലേലൂയ അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം ഞാൻ ചിന്തിച്ചു നോക്കുക. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ചില മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. നാം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില സ്തോത്രം കാര്യങ്ങൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തക്കവണ്ണം കഴിയും. പ്രിയമുള്ളവരെ, സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു കൗമാരക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. അവൻ വിവാഹപ്രായം ആകുന്നതിന് മുമ്പേ തന്നെ സ്തോത്രം അവൻ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, അറിഞ്ഞോ അറിയാതെയോ അവന്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടുന്ന തക്കതായിട്ടുള്ള തുണയെ അവൻ ഭാവനയെ കണ്ട് അവൻ വാർത്തെടുത്ത് തന്റെ മനസ്സിനുള്ളിൽ കരുതിയിരിക്കും. ഹല്ലേലൂയ. അത് ഒന്നുകൂടെ പറയാം. ഒരു കൗമാരക്കാരനോ സ്തോത്രം അതൊരു യുവാവോ യുവതിയോ സ്തോത്രം അവർ വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ സ്തോത്രം അവൻ അതിനോട് ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രം അവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ സ്തോത്രം അപ്രകാരമുള്ള രൂപം ഉണ്ടാക്കി വെക്കും. അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു ഭാര്യയെയോ ഒരു ഭർത്താവിനെയോ ഹൃദയത്തിൽ ഉണ്ടാക്കി വെക്കുന്നു. സ്തോത്രം. അതിന് ചില ക്വാളിറ്റീസ് കൊണ്ടാവണം. ഇങ്ങനെ വേണം, നല്ല സൗന്ദര്യം വേണം, വെളുത്ത തൊലിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ കട്ടി മീശ വേണം, അല്ലെങ്കിൽ സ്തോത്രം ഇത്ര ഹൈറ്റ് വേണം, നല്ല വണ്ണം വേണം, ഈ ഗവൺമെന്റ് ജോലി വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി മനസ്സിൽ വച്ചിരിക്കും. സ്തോത്രം. എന്നിട്ട് എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നടന്നു പോകുന്നു. എപ്പോഴാണോ ഈ ഉണ്ടാക്കി അകത്ത് വച്ചിരിക്കുന്ന ആ രൂപവും അടുത്തുകൂടെ പോകുന്ന ആരെങ്കിലും മാച്ച് ആകുമോ അപ്പോഴേക്കും പിടിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. നമ്മൾ ഉണ്ടാക്കി അകത്ത് വച്ചിരിക്കുന്ന രൂപവും നമ്മുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികളും തമ്മിൽ മാച്ച് ആയാൽ അപ്പോൾ അത് കയറിപ്പിടിക്കും. പ്രേമം മരണം പോലെ ബലമുള്ളതെന്നാണ്. സ്തോത്രം. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. സ്തോത്രം. ഇനി എന്ത് ചെയ്യുന്ന അറിയാമോ? അത് ഇവർ ചില കാര്യങ്ങൾ മാച്ച് ആകുമ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് അവരതിന്റെ പുറകെ നടക്കും. എന്നാൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ, നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോഴാണ് അവർ ആത്മഹത്യയിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. എങ്കിലും നമ്മൾ ഒരു ഭാവനയിൽ ഒരു രൂപം ഉണ്ടാക്കി മനസ്സിൽ വെച്ചിരിക്കും. പക്ഷേ അത് മാച്ച് ആയാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ ആ തെറ്റായ വഴി കൂടി കടന്നു പോകില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ ഉണ്ടാക്കി വെച്ച വിഗ്രഹം ഉണ്ടായിരിക്കും. സ്തോത്രം. അങ്ങനെ ഇരുന്നു ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിലുള്ളവരൊക്കെയും കൂടി ആലോചിച്ചു, ഇദ്ദേഹത്തിന് കല്യാണ പ്രായമായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു പുരുഷനെ നോക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു. അവർ നോക്കുന്ന എന്താണ്? സ്തോത്രം. എങ്ങനെയുള്ള കുട്ടിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം സാമ്പത്തിക അവസ്ഥയോ മറ്റു ജോലി കാര്യങ്ങളോ എല്ലാം നോക്കി അവർ കണ്ടുപിടിക്കുന്നു. അപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാക്കി വെച്ച ഭാര്യയും ഭർത്താവും അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു, അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തനുസരിച്ച് അറേഞ്ച് മാരേജ് എല്ലാം കഴിഞ്ഞു, ജീവിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഓരോ ദിവസവും ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഒരു ഭർത്താവുണ്ട്, പുറത്തൊരു ഭർത്താവുണ്ട്. ഓരോ ദിവസവും ആ സഹോദരന്റെ അകത്തൊരു ഭാര്യയുണ്ട്, പുറത്തൊരു ഭാര്യയുണ്ട്. ഈ രണ്ട് ഭാര്യമാരോട് എന്നോ അടിയണം, ഈ രണ്ട് ഭർത്താക്കന്മാരോട് എന്നോ അടിയണം. ഇതാണ് ഇന്ന് ഭൂമിയിൽ
ആമേൻ ഓരോ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ പണ്ട് എന്നോ ഉണ്ടാക്കി വെച്ച ആമേൻ ആ രൂപം ഒരുപക്ഷെ ഇന്നും ഉണ്ടായിരിക്കാം. ആമേൻ സ്വന്തം ആമേൻ നിങ്ങളുടെ ആമേൻ ഭാര്യയോ ഭർത്താവോ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആമേൻ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. ആമേൻ സ്വത്രം എടി ഞാൻ ചിന്തിച്ച പോലെ അല്ല എന്റെ കെട്ടിയവൻ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആമേൻ സ്വത്രം കാലലി ഞാൻ ആമേൻ ഭാവനെ കണ്ടതുപോലെ അല്ല എന്റെ ഭാര്യ, അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ആമേൻ സ്വത്രം എന്ന് ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുമാറ് ആമേൻ നമ്മുടെ ഉള്ളത്തിൽ മറ്റൊരു ആമേൻ രൂപം, മറ്റൊരു വിഗ്രഹം നാം കൊത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് ഇന്നും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്വത്രം കാലലി പ്രിയമുള്ളവർ എത്ര വർഷം കടന്നു പോയാലും നാം അറിഞ്ഞോ അറിയാതെയോ ആമേൻ സ്വത്രം ഈ ഒരു പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ അപ്രകാരമുള്ള രൂപം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ആമേൻ അപ്രകാരം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ തകർത്ത് കളയണം, ഇന്ന് രാത്രി അതിനെ ഉടച്ചു കളയണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ പുതിയൊരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം, ആമേയുടെ കുടുംബങ്ങളെ പണിയാൻ തക്കവണ്ണം, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ രാത്രി നമ്മളൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ആമേൻ അപ്രകാരം ദൈവഹിതം അല്ലാതെ ആമേൻ നമ്മൾ നമ്മുടെ ഹിതപ്രകാരം എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കി ഉള്ളത്തിൽ വച്ചിട്ടുണ്ടെങ്കിൽ പ്രബോധാനഗതം സംഭ്രമാജനാരഗതേ ആമേൻ അതിനെ ഇന്ന് രാത്രിക്കാലം നമ്മൾ ഉടച്ചു കളയണം. ആമേൻ സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ പ്ലാൻ മാത്രം മതി, നമുക്ക് ദൈവത്തിന്റെ പദ്ധതികൾ മാത്രം മതി. ആമേൻ പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തിന് വേണ്ടി പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാകുന്നത്. സ്തോത്രം. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവക്കാർ വൃഥാ ജാഗരിക്കും. യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. സ്തോത്രം. മറ്റുള്ളവർ തോന്നും അധ്വാനിക്കുകയാണ്, പക്ഷെ വൃഥാ അധ്വാനിക്കും. നമുക്കെല്ലാവരെയും ചിന്തിച്ചു നോക്കുക. ആമേൻ ഈ വചനം, ആമേൻ ദൈവത്തിന്റെ ശബ്ദം, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവർക്കും ചിന്തിച്ചു നോക്കാം. ആമേൻ നമ്മുടെ ഭവനത്തിൽ എന്താണ് അവസ്ഥ, നമ്മുടെ കുടുംബത്തിലുള്ള അവസ്ഥ എന്താണ്? ആമേൻ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആമേൻ നമ്മുടെ കുടുംബങ്ങളെ പണിതത് ആരാണ്? എന്നാൽ നമ്മുടെ അവസ്ഥ ഇന്ന് എങ്ങനെയായിരിക്കുന്നു? ആമേൻ നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആമേൻ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. സ്തോത്രം. ഇവിടെ വീണ്ടും വായിച്ചു വരുമ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം, മനുഷ്യൻ ഇത് കണ്ടപ്പോൾ, മനുഷ്യന് മുമ്പിൽ ഇപ്പൊ സുന്ദരിയായ സ്ത്രീ നിൽക്കുകയാണ്. ആദം ഒന്നും അറിഞ്ഞില്ല. ആദം ഉറക്കം നോക്കിയപ്പോ ദൈവം ഒരു സ്ത്രീയെ കൊണ്ടിങ്ങനെ വരുന്നു. ഒന്ന് ആദാമിന് മുമ്പ് കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ആദാം നോക്കിയപ്പോൾ ആദാം ഒരു സ്തോത്രം ഒരു സെന്റൻസ് ഒക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ആദ്യമായിട്ട് താൻ വിവാഹം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ തന്റെ തുണയെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആദാം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവിടെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും. ഹല്ലേലൂയ. അവൻ ദൈവം തന്റെ തക്കതായ തുണയെ ഉണ്ടാക്കി കൊണ്ടുവന്ന് മുമ്പേ നിർത്തിയപ്പോൾ അവൻ ആദം അവളെ നോക്കിയിട്ട് പറയുകയാണ്: ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവിടെ നരനിൽ നിന്നെടുത്തിരിക്കാൻ നാരി എന്ന് പേരാകും. അവൻ അപ്രകാരം അക്സെപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ദൈവം നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരുന്നത് ഏതായാലും എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അവിടെ ചോദ്യം പാടില്ല, അവിടെ നമ്മുടെ അഭിപ്രായം പാടില്ല, അവിടെ മറ്റൊരു വെറുപ്പും പാടില്ല. സ്തോത്രം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതാണ് വിജയം. ആമേൻ. എന്നാൽ ആമേൻ സ്തോത്രം, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ആമേൻ സ്തോത്രം. അടുത്തൊരു വാക്യം പറഞ്ഞു, 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മതി. ഈ വാക്യം ഇവിടെ എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു. ഇവിടെ അപ്പനും അമ്മയും ഉണ്ടോ? എന്തുകൊണ്ട് ദൈവം അവിടെ അങ്ങനെ ഒരു വചനം പറഞ്ഞു? അപ്പനെയും അമ്മയും വിട്ട് സ്തോത്രം ഭാര്യയോട് പറ്റിച്ചിരുന്നു. അവർ പാപം ചെയ്തിട്ടില്ല, അപ്പോഴും അവർ ഏതൊന്നും പുറത്താക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അവയെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. എന്നാൽ ദൈവം പറഞ്ഞതാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചിരുന്നു. പ്രിയമുള്ളവർ, അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വചനം, ഇതേ വചനം നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ സ്തോത്രം, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് യേശു എടുത്തു പറഞ്ഞു. ഈ വചനം തന്നെ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് അവരിത് എടുത്തു പറഞ്ഞു? സ്തോത്രം. ദൈവം അതിനുവേണ്ടിയാണ് അവിടെ എഴുതി വെച്ചത്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രിയമുള്ള ഒരു വലിയൊരു വിഷയമാണ്. ആമേൻ സ്തോത്രം. എന്നാലും ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ സ്തോത്രം നമ്മെ നല്ല നിലത്തേക്ക് നടത്തുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ്. നമുക്ക് അമ്മ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവൻ യേശുവാകുന്ന മണവാളനെയും മണവാട്ടി എന്ന സഭയെയും കുറിച്ച് കാണുവാനൊക്കെ വേണം കഴിയും. അമ്മേ സ്തോത്രം. അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ആകുവാൻ പോകുന്ന പെൺകുട്ടിയെയും അമ്മ പുരുഷനെയും തമ്മിൽ അമ്മ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ്. അവൻ യേശുവിനെയും അമ്മ സഭയാകുന്ന അമ്മ മണവാട്ടി സഭയെയും കുറിച്ച് അവിടെ അമ്മ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനൊക്കെ വേണം കഴിയുന്നത്. സ്തോത്രം. ദൈവം അത്രമാത്രം ആ ബന്ധത്തിന് അമ്മ പവിത്രത കൊടുക്കുന്നത് കൊണ്ടാണ്, ദൈവം അത്രമാത്രം ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് മണവാളനും മണവാട്ടി
തമ്മിലുള്ള ബന്ധത്തെയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മണവാളനായ യേശു മണവാട്ടിയാകുന്ന സഭയെ ചേർപ്പാൻ വരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ആമേൻ ഭാര്യ ഭർത്താവ് ആയിരിക്കണം എന്ന് ആമേൻ പൗലോസ് ആമേൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആമേൻ, പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആമേൻ, സ്തോത്രം, മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു സ്ത്രീ തന്റെ മകനെ മറക്കുമോ? താൻ പ്രസവിച്ച ആമേൻ കുഞ്ഞിനോട് ആമേൻ, സ്തോത്രം, കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. സ്തോത്രം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുമെന്നല്ല, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുമെന്നല്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ഇവിടെ കർത്താവ് ആമേൻ നമ്മെ സ്നേഹിച്ച വിധത്തെ ആമേൻ പറഞ്ഞിരിക്കുന്നത് ആമേൻ, സ്തോത്രം, മണവാളനും മണവാട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സ്തോത്രം. അത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ അവൻ യേശുവിനെ മറ്റുള്ളവർക്ക് ഉയർത്തി കാണിക്കുവാൻ, യേശുവിനെ ഈ ലോകത്തേക്ക് ആമേൻ, സ്തോത്രം, സാക്ഷ്യമായി നിരത്തി വെക്കുവാനാണ് ആമേൻ യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ ആയതുകൊണ്ടാണ് ആമേൻ ഇതിന് വളരെ പ്രാധാന്യം കർത്താവ് കൊടുത്തിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. മണവാളനാകുന്ന യേശു, മണവാട്ടിയാകുന്ന സഭ, ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ നോക്കാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനത്തില് അതിന്റെ 8-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കാൻ കഴിയും. ഓക്കെ, സ്തോത്രം. അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആമേൻ, സ്തോത്രം, എങ്ങനെയാണോ ആമേൻ മണവാളൻ, സ്തോത്രം, യേശു നമ്മെ സ്നേഹിച്ചത്, അതായത് യേശു നമ്മെ സ്നേഹിച്ചത് എപ്രകാരമാണോ അപ്രകാരമാണ് ആമേൻ, സ്തോത്രം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്. യേശു എങ്ങനെയാണോ ആമേൻ, സ്തോത്രം, നമ്മെ സ്നേഹിച്ചത് ആമേൻ അതുപോലെയാണ് ആമേൻ, സ്തോത്രം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എന്നുള്ളത് ആമേൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുവാൻ കഴിയും. ആമേൻ, പ്രിയമുള്ളവരെ, ഒരു അനുഭവം വായിക്കാം. എഫെസ്യർക്ക് ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കാം. എഫെസ്യർ 5-ാം അധ്യായത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നതാണ്. ചില കുടുംബങ്ങളിൽ നേരെ തിരിച്ചാണ്. ചില കുടുംബങ്ങളിൽ ഭാര്യയാണ് ഭർത്താവിന് തല. അങ്ങനെ ഉള്ള കുടുംബങ്ങൾ പരാജയമായിരിക്കും. സ്തോത്രം. എന്തുകൊണ്ട് കുടുംബങ്ങളിൽ പരാജയമുണ്ടാകും? ദൈവിക ഉടമ്പടിയിൽ വ്യത്യാസം വരുമ്പോൾ പരാജയം സംഭവിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെയുള്ള കുടുംബങ്ങളെ അറിയാം. സ്തോത്രം. അതായത് വീട്ടിൽ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്ന ഇതാണ്: അമ്മ അപ്പനെ ഭരിക്കുന്നു, അമ്മ അപ്പനെ ഭരിക്കുന്നു, അപ്പൻ, സ്തോത്രം, പാവം പോലെ നിൽക്കുന്നു. അല്ലെങ്കിൽ അമ്മ പറയുന്നു അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങോട്ട് പോയിട്ടോ ഇങ്ങോട്ട് പോയിട്ടോ അത് ചെയ്തു. അപ്പം ഇത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. കുഞ്ഞുങ്ങൾ ഇത് കണ്ട് വളരുമ്പോൾ അവരുടെ മനസ്സിൽ അവർ ഇങ്ങനെ തീരുമാനിക്കും: അപ്പൊ ഞാൻ കല്യാണം കഴിക്കും, എന്റെ ഭർത്താവിനെ ഞാനും ഭരിക്കും. സ്തോത്രം. അവരത് തീരുമാനമെടുത്ത് അവർ അപ്രകാരം മുന്നോട്ട് കടന്നു പോകും. അപ്പോൾ അത് ആ സമയത്ത്, സ്തോത്രം, അവർ അവൻ നമ്മളോട് ചോദിക്കാറുണ്ട്, കീഴടങ്ങിയിരിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ കീഴടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ അവർ പറയും എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയും. സ്തോത്രം. ആമേൻ. അപ്രകാരമാണ് ആമേൻ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആമേൻ ദൈവം നൽകിയിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്, ദൈവം നൽകിയിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. അതിന് വ്യത്യാസം വരുമ്പോൾ ആമേൻ കുടുംബങ്ങൾ താറുമാറായി പോകും. ആമേൻ, സ്തോത്രം. ആമേൻ പുരുഷൻ ഭരിക്കേണ്ടടുത്ത് പുരുഷൻ തന്നെ ഭരിക്കണം. എന്നാൽ തിരിച്ച് സംഭവിക്കുമ്പോൾ ആ കുടുംബം ആമേൻ തകരുമാറാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 25-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭാര്യമാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്നാണ്. സ്തോത്രം. എങ്ങനെയാണ് ആമേൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചു? ആമേൻ, വേദപുസ്തകം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ആമേൻ, സ്തോത്രം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ആമേൻ, സ്തോത്രം, അവസാനത്തോളം ആമേൻ സഹിച്ചു, അവസാനത്തോളം അനുസരണത്തിലായി തീർന്നു. ആമേൻ, അങ്ങനെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. ആമേൻ, കർത്താവ് അങ്ങനെ നമ്മെ സ്നേഹിച്ചെങ്കിൽ അവൻ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ ക്രിസ്തുവാകുന്ന മണവാളന് യോഗ്യമായ ആമേൻ മണവാട്ടിയാണോ നമ്മൾ ഓരോരുത്തരും? സ്തോത്രം. ആമേൻ, സഭയാകുന്ന മണവാട്ടി എന്ന് അവകാശപ്പെടുന്ന ആ കൂട്ടത്തിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ആമേൻ യേശുവിന് മണവാട്ടിയെ തീരുവാൻ തക്കവണ്ണമുള്ള ആമേൻ, സ്തോത്രം, വിശുദ്ധരാണോ? ആമേൻ, അതിന് യോഗ്യത ഉള്ളവരാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ആമേൻ, പ്രിയമുള്ളവർ, അല്ലേ അല്ല. ആമേൻ, കുറവുകൾ ഉള്ളവർ, ആമേൻ, കുറ്റങ്ങൾ ഉള്ളവർ, ആമേൻ, സ്തോത്രം, ഒന്നിന് യോഗ്യത ഇല്ലാത്തവരായ നമ്മെ ആമേൻ ദൈവം സ്നേഹിച്ചിട്ട് ആമേൻ, സ്തോത്രം, നമ്മെ പോലെ ആയി തീരുവാൻ വേണ്ടി അവൻ ദൈവത്തോടുള്ള സമത്വമെല്ലാം അവൻ വിട്ടൊഴിഞ്ഞ ശേഷം അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മെ നേടുവാൻ വേണ്ടി നമുക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്നു. അങ്ങനെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, പ്രിയമുള്ളവരെ, ആമേൻ, സ്തോത്രം, ആ സ്നേഹമാണ് കർത്താവ് നമ്മെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ.
ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് ആ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തന്നു. ആമേൻ സ്തോത്രം. അതാണ് അപ്പനെയും അമ്മയെയും വിട്ട് ആമേൻ ഭാര്യയോട് പറ്റിച്ചേരുന്ന ഒരവസ്ഥ. ആമേൻ പ്രിയമുള്ളവർ, അങ്ങനെ കർത്താവ് നമുക്ക് പകരമായി ആമേൻ കാൽവരി കുരിശ് തകർക്കപ്പെട്ടതിലൂടെ അവൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ സ്തോത്രം ദൈവമായിരിക്കെ തന്നെ ദൈവത്തോടെ സംബന്ധം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ആമേൻ സ്തോത്രം ദാസരൂപം എടുത്ത് ആ താഴ്മയുള്ളവനായി ആമേൻ സ്തോത്രം ഈ ശരീരത്തിൽ ആമേൻ ആയിരുന്നുകൊണ്ട് ആമേൻ ഭൂമിയിലേക്ക് കടന്നു പോകുന്ന നമുക്ക് വേണ്ടി ആമേൻ സ്വയം യാഗമായി തീർന്നു. അതായത് കർത്താവ് ഇപ്രകാരം പറയുന്നു, കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്നതിൽ കവിഞ്ഞൊരു സ്നേഹം ആർക്കുമില്ല. ആമേൻ അപ്രകാരം ആമേൻ ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ആമേൻ കർത്താവ് നമുക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആ ഒരു സ്നേഹമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. ഒരു കുടുംബത്തിലും അമ്മൻ അപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, അങ്ങനെയുള്ള കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും, അങ്ങനെയുള്ള കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും, എല്ലാ നന്മകളും ഉണ്ടാകും, തകർച്ച ഉണ്ടാകുകയില്ല. അമ്മ സ്തോത്രം, ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അമ്മ സ്തോത്രം. അവർ അനുഗ്രഹം പ്രാപിച്ചവരായിരിക്കും. അനേകം അവർ നോക്കിയിട്ട് പറയും, ഇവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്, സന്തോഷമുള്ള കുടുംബമാണ്, ആ കുടുംബത്തിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നാം നമ്മുടെ ഭവനങ്ങളെ പണിയുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നാം നമ്മുടെ ജീവിതങ്ങളെ പണിയുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വ്യവസ്ഥയിലാണ് നാം മുന്നോട്ട് കടന്നു പോകുന്നതെങ്കിൽ ആമേൻ പിശാചിന് നമ്മെ തൊടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആമേൻ സ്തോത്രം. എപ്പോഴാണോ എവിടെയാണോ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ തെറ്റിപ്പോകുന്നത്, അവിടെയാണ് പിശാച് കടന്നു വരുന്നത്. ആമേൻ പ്രിയമുള്ളവരെ, ആമേൻ അബ്രഹാം ആമേൻ ദൈവമായിട്ട് ഉടമ്പടിയിൽ വന്ന ആമേൻ വ്യത്യാസത്താൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി നിന്റെ അല്ലാത്ത ദേശത്ത് ആമേൻ സ്തോത്രം അടിമകളായി പോകേണ്ടി വരും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആമേൻ ഞാൻ നിനക്ക് സന്തതികളെ തരും. ആമേൻ കടൽക്കരയിലെ മണൽത്തരി പോലെ ആമേൻ എണ്ണിക്കൂടാതെ വണ്ണം ആമേൻ നിനക്ക് ഞാൻ സന്തതികളെ തരും. ആകാശത്തിൽ നോക്ക്, ആ നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുന്നുണ്ടോ, അപ്രകാരം നിനക്ക് സന്തതികളെ തരും. ആമേൻ എല്ലാം ശരിയാണ്. എന്നാലും അവർക്ക് ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുവാൻ കഴിയാതെ വണ്ണം ആ ഉടമ്പടികൾക്ക് വ്യത്യാസം വരുന്ന രീതിയിൽ ആമേൻ സ്തോത്രം സാറായി അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും. ആമേൻ സ്തോത്രം. ദൈവം നമ്മോട് പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇത്രയും നാം കാത്തിരുന്നിട്ടൊന്നും കിട്ടിയില്ലല്ലോ. ആമേൻ എന്റെ ദാസിയുടെ അടുക്കൽ കടന്നു പോകുക, ആമേൻ നമുക്കൊരു കുഞ്ഞിനെ ദൈവം തരുമായിരിക്കുമെന്ന്. ആമേൻ സ്തോത്രം. പ്രിയമുള്ളവർ, ദൈവം ഒന്നും പറഞ്ഞില്ല. ആമേൻ സ്തോത്രം. അതൊക്കെ സംഭവിച്ചു. ഇസ്മായിൽ അവർക്ക് ലഭിച്ചു. ആമേൻ. എന്നാൽ വാഗ്ദത്തം സന്തതി ഇസ്മായിൽ അല്ലായിരുന്നു. എന്നാൽ സ്തോത്രം ഇസഹാക്കിനെ ദൈവം അവർക്ക് കൊടുത്തപ്പോൾ ആമേൻ സ്തോത്രം അവിടെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നപ്പോൾ തുടങ്ങി. ആമേൻ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആമേൻ എപ്പോഴാണോ ദൈവഹിതമല്ലാത്ത ആമേൻ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്, എപ്പോഴാണ് ദൈവഹിതമല്ലാത്ത പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അപ്പോൾ തന്നെ അതിന്റെ കൂടെ പ്രശ്നങ്ങൾ കടന്നു വരും, അതിന്റെ കൂടെ പിശാച് കടന്നു വരും, അതിന്റെ കൂടെ അവന്റെ പദ്ധതികൾ കടന്നു വരും. ആ കുടുംബ ജീവിതം ഗുണം തോണ്ടും, ആ ഭവനം നശിച്ചു പോകും. ആമേൻ സ്തോത്രം. ആ ഭവനം ഉൾപ്പെടുന്ന വ്യക്തികൾ നശിച്ചു പോകും. ആ ഭവനം കടന്നു പോകുന്ന സഭയിൽ പ്രശ്നമുണ്ടാകും. ആ ആമേൻ സ്തോത്രം ഭവനം കടന്നു പോകുന്ന സമൂഹത്തിൽ പ്രശ്നമുണ്ടാകും. ആ പ്രശ്നം ആമേൻ മറ്റു പലർക്കും പ്രശ്നമായി തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ തൊടുവാൻ പിശാചിന് കഴിയുകയില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആദാമിനെ നോക്കുക. ആമേൻ ദൈവം എങ്ങനെയാണ് ആദാമിന് ഒരു തക്കതായി തുണ ഉണ്ടാക്കി കൊടുത്തത്. ആ വ്യവസ്ഥയിൽ വ്യത്യാസം വരുമ്പോൾ അവന് പ്രശ്നങ്ങൾ ഉണ്ടാകും, തീർച്ചയാണ്. ആമേൻ സ്തോത്രം. അവയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും എന്ന് പറഞ്ഞ ആമേൻ സ്തോത്രം ചില ശിക്ഷകളൊക്കെ കൊടുത്ത് പുറത്താക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം ആ വ്യവസ്ഥയും അത് ദൈവം മനോഹരമാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ആമേൻ പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം നമ്മുടെ തലയുടെ നമ്മുടെ കഴുത്തിന്റെ മുകളിൽ ഒരു തലയുണ്ട്. ആമേൻ സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ തലയ്ക്ക് പോയി നമ്മുടെ കൈയെടുത്തോടെ വച്ചാൽ എന്തൊരു ഭംഗിയായിരിക്കും. ആമേൻ സ്തോത്രം. ദൈവം എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദൈവം ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓരോന്നിനോട് നിയമകർത്താവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആമേൻ സ്ത്രീ ആമേൻ പുരുഷന്റെ ആമേൻ താഴെയാണ് നിൽക്കേണ്ടത്, അതായത് തലയായിരിക്കേണ്ട പുരുഷനും അതിന്റെ താഴെ സ്ത്രീയും. അതുപോലെ ആമേൻ സഭയ്ക്ക് തല ക്രിസ്തുവാണ്. ആമേൻ സഭ ആമേൻ ഭാര്യയെങ്കിൽ ആമേൻ തലയാകുന്ന ക്രിസ്തു ഭർത്താവാണ്. ആമേൻ സ്തോത്രം. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാതെ ആമേൻ സ്ത്രീ മേധാവിത്വം വേണമെന്നോ അതിനെതിരായിട്ടോ ഒന്നും പറയുന്നതല്ല. ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥ അതാണ്. എവിടെ തെറ്റുന്നോ അവിടെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളൂ. ഹല്ലേലൂയ. അത് ഇത് മാത്രമല്ല, ഏത് വ്യവസ്ഥയും ദൈവം വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള വ്യവസ്ഥയിൽ ആര് എവിടെ എന്ത് വ്യത്യാസപ്പെടുത്തിയാലും അവിടെ പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം എന്തെന്നറിയാമോ, അമ്മ പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പിശാചിന്റെ ലക്ഷ്യം? എന്താണ്? ദൈവത്തെ തോൽപ്പിക്കാൻ എന്തായാലും കഴിയത്തില്ല, പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മെ തകർക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മളെപ്പോൾ നിരാശരായിരിക്കണം. സ്തോത്രം. നമ്മെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മളെപ്പോൾ കണ്ണീരിന്റെ അവസ്ഥയിലായിരിക്കണം. അവനെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നില്ല എങ്കിലും നമ്മളെപ്പോഴും ഭാരത്തോടുകൂടിയായിരിക്കണം. അതവന് സന്തോഷമാണ്, അത്രയായാലും മതി എന്നാണ്. എന്നാൽ സ്തോത്രം അതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളെപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെപ്പോൾ ചിന്താകുലരാണ്, നമ്മളെപ്പോഴും സ്തോത്രം അങ്ങനെ ആ ഒരു ഭാരത്തോടുകൂടി നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കും. എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ സ്തോത്രം പിശാച് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ എല്ലാ ഭാരവും ദൈവത്തിന് വെച്ചു കൊടുക്കും. കാരണം എന്താണ്? ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് എല്ലാം വെച്ചു കൊടുക്കാം. ഇത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു റൂളാണ്.
എന്താണ്? നിങ്ങൾ ഭാരത്തോടുകൂടി ഇരിക്കേണ്ട, എല്ലാം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവരാണ്, ഞാൻ നിങ്ങൾ പ്രവർത്തിക്കൊള്ളാം. അപ്പൊ ദൈവം നൽകിയിട്ടുള്ള ഒരു പ്രോമിസാണ്. സ്തോത്രം. ഈ പ്രോമിസ് ദൈവം നമുക്ക് നൽകിയിരിക്കെ നമ്മൾ അത് ചെയ്യാതെ നമ്മൾ തന്നെ ഭാരപ്പെട്ടുകൊണ്ട് നടന്നാൽ അവിടെ പ്രശ്നമുണ്ടാവും. അത് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണ്. സ്തോത്രം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്രേ എന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ ചെറുതും വലുതുമായിട്ടുള്ള സകല കാര്യത്തിലും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മെ ഉണ്ടാക്കിയവൻ ദൈവമാണ്, നമ്മെ വിളിച്ചവൻ ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അമേ സ്തോത്രം. അന്ത്യം വരെ അപ്രകാരം തന്നെ ആയിരിക്കണം. അമേ സ്തോത്രം. പ്രിയമുള്ളവരെ, വ്യക്തികൾ ചേർന്നാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബങ്ങൾ ചേർന്നാണ് സഭ ഉണ്ടാകുന്നത്. അപ്രകാരമുള്ള കുടുംബങ്ങൾ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സമൂഹം ദേശം ഉണ്ടാകുന്നു, രാജ്യങ്ങളായി മാറുന്നു. രാജ്യം മുഴുവൻ അമേ സ്തോത്രം മറ്റു രാജ്യങ്ങൾ ചേർന്ന് ഒരു ലോകം ഉണ്ടായി മാറുന്നു. സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് രാജ്യത്തെയും ലോകത്തെ മുഴുവനും ബാധിക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ആദാമിനെ അവ ദൈവം ഉണ്ടാക്കി. ആദാം എന്ത് ചെയ്തു? ജീവിച്ചു പോന്നു. അപ്പം അവ എന്ത് ചെയ്തു? ഒരു ദിവസം സെപ്പറേറ്റ് മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റേ മൂന്നാമത്തെ ആൾ വന്നത്. മൂന്നാമത്തെ ആൾ അവിടേക്ക് വന്നു. സ്തോത്രം. എപ്പോഴും ഉണ്ടായിരിക്കും, വിളിച്ചു വരുത്തണമെന്നൊന്നുമില്ല, എപ്പോഴും കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ഒരു മന്ത്രവാദി പറഞ്ഞ കാര്യം അങ്ങനെയല്ല. ഒരു തൊട്ടന്നെ എന്നുള്ള മന്ത്രവാദി, നിങ്ങൾ ഒരു കേട്ടിരിക്കും, തമിഴ്നാട്ടിന്റെ ഭാഗത്തുള്ളതാണ്. മരിച്ചു പുള്ളിക്കാരൻ ആരോ കൊന്നു കളഞ്ഞു. അപ്പോൾ ആ മന്ത്രവാദി പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, ഒരു ചെറിയ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ രണ്ട് പിശാച് ഉണ്ടാവുന്നതാണ്. കാരണം ഇവൻ ഇതിനെ വെച്ച് കളിക്കുന്ന ആളാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം. അതായത് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു ചെറിയ പാപം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ പോലും രണ്ട് പിശാചുകൾ ഉണ്ടാവും. അപ്പൊ ഇന്ന് ആരും ചിന്തിച്ചോണം എത്ര പിശാച് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പെന്തക്കോസ്തേസിൽ പോകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, എന്റെ കൂടെ പിശാചൻ വരത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഞാൻ തെളിയിച്ചു തരാം. യേശു ക്രിസ്തു അമിസ്തുത തന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വരുന്നതിന് ശേഷം പിന്നെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിനു വേണ്ടി? പിശാചിനെ പരീക്ഷിക്കപ്പെടുക. 40 രാവും 40 പകലും പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ കർത്താവ് എന്ത് ചെയ്യായിരുന്നു? ഉപവസിക്കായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതാണ് ഉപവാസം കഴിയുമ്പോൾ ഭയങ്കര പവറാണ്, പിശാച് അടുക്കില്ല, അവിടെ ദൂരോട്ട് മാറിയിരിക്കും, ഭയങ്കര തീയാണ്. യേശുവിന്റെ കൂടെ ആരുണ്ട്? പിശാചുണ്ട്. യേശു എന്താണ്? ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് നേരിട്ട് വന്നിട്ട് പറഞ്ഞു, വേണ്ട അപ്പമായി തീരാൻ കൽപ്പിക്കാം, സംസാരിക്കുകയാണ്. നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉപവാസം കഴിഞ്ഞ് ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. കർത്താവ് കാത്തിരുന്നത് കേട്ടതോ പിശാചിന്റെ ശബ്ദമാണ്. പ്രിയമുള്ളവരെ, പിശാച് എവിടെയും കയറി വരും. യോബിനെതിരെ സംസാരിക്കുവാൻ സ്വർഗത്തിൽ കയറിപ്പോയി പിശാച്. അമേശ്വരം. അതുകൊണ്ട് നമ്മൾ വലിയ മറ്റവരാണെന്നും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. എവിടെയാണോ വ്യവസ്ഥ തെറ്റ് വരുന്നത് അവിടെ അവൻ കയറി ഇടപെടും. പിന്നെ എല്ലാം കുഴപ്പമാവും. പിന്നെ നമ്മൾ അയ്യെ വിളിക്കേണ്ട അവസ്ഥയിൽ കടന്നു വരും. ഇന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റുപാട് നോക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നോക്കുക, നിങ്ങളുടെ അയൽവാസികൾ നോക്കുക. എവിടേക്കാണ് പ്രശ്നമുണ്ടത്? അവിടേക്ക് എന്തെയോ തെറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആരെങ്കിലും സ്തോത്രം ഇപ്രകാരമുള്ള അവസ്ഥകൾ കടന്നു പോകുന്നുവെങ്കിൽ ആ തെറ്റൊന്ന് തിരുത്തുവാൻ മനസ്സ് വെച്ചാൽ ദൈവത്തോട് ക്ഷമാപണം നടത്തിയിട്ട്, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ ഞാൻ ചില പ്ലാനുകളും പദ്ധതികൾ തയ്യാറാക്കിപ്പോയി, നിന്റെ ഹിതമല്ലാത്ത തീരുമാനങ്ങൾ എടുത്തുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ ഒരുപക്ഷെ സ്തോത്രം ആ മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ സ്തോത്രം എന്റെ പിതാവിന്റെ അടുക്കൽ സ്തോത്രം അനേകം സ്തോത്രം ഹല്ലേലൂയ സമ്പത്തുണ്ട്, സ്തോത്രം ഭക്ഷണമുണ്ട്, അവരൊക്കെ തിന്ന് വെറുതെ കളയുകയാണ്. ഞാനാണെങ്കിലോ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു വഴിയില്ലാതെ ഇവിടെ കിടന്ന് സ്തോത്രം കരയുകയാണ്. എനിക്കിപ്പോൾ ആരുമില്ല, ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, എന്റെ അപ്പന്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അവിടെ ചെന്നിട്ട് ഞാൻ അപ്പനോട് പറയും, കർത്താവേ സ്തോത്രം അപ്പ എന്നോട് ക്ഷമിക്കണമേ, നിന്റെ മകൻ എന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയും എന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ അപ്പൻ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അവൻ ദൂരത്ത് വരുന്നത് കണ്ടിട്ട് അവൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ പാവത്തിന്റെ കുറ്റം ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്റെ പാവത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കർത്താവ് ഞാൻ നന്നാകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ ഞാൻ ഏറ്റുപറയുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം ദൈവത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം അവൻ ദൂരെ നമ്മെ നോക്കുകയാണ്. അവൻ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ഈ അവസ്ഥയിൽ കെട്ടിപ്പിടിക്കുവാൻ, നമ്മെ ആലിംഗനം ചെയ്യുവാൻ, നമ്മെ ഏറ്റെടുക്കുവാൻ, നമ്മെ സ്വീകരിക്കുവാൻ ആ കർത്താവ് എപ്പോഴും ഒരുങ്ങിയിരിക്കുകയാണ്. അവൻ നോക്ക്, അവൻ വലിയവനാ ദൈവമാണ്, അവൻ സർവശക്തനാ ദൈവമാണ്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മൾ ആരാണ്? നമ്മൾ ഒന്നുമല്ല, നമ്മൾ വെറും നിസ്സാരന്മാരാണ്. ശ്വാസമകത്തേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടില്ല എങ്കിൽ ഭരിച്ചു പോകുന്ന ജഡത്തിൽ വസിക്കുന്ന നമ്മളാണ്. എന്നാലും അവൻ നമ്മെ വിലയേറിയത് എണ്ണിക്കൊണ്ട് അവൻ നമുക്ക് വേണ്ടി കാൽവരിയെ കുറിച്ച് യാഗമായില്ലയോ? ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളൂ എന്ന് വിചാരിക്കാതെ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലയോ? ഈ സ്നേഹം എന്തുകൊണ്ട് നമ്മോട് കാണിക്കുന്നു? നമ്മൾ യോഗ്യരാണോ? അല്ല. നമ്മൾ യോഗ്യരല്ലാതിരിക്കെ അവൻ കൃപയാൽ നമ്മെ യോഗ്യരാക്കി എണ്ണുമ്പോൾ, അവൻ നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുമ്പോൾ ആ സ്നേഹത്തിന് മുമ്പാകെ നാം മുഖം ധരിച്ച് കാണിക്കരുത്, ആ വചനത്തിന് മുമ്പാകെ നാം തലതിരിച്ച് കാണിക്കരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ മാത്രം ജീവിക്കുവാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് എല്ലാവർക്കും ന്യായമായിട്ടുള്ള കാര്യം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് തെറ്റിയാൽ സകലത്തിൽ തെറ്റി.
ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. അമ്മ നമ്മുടെ കുടുംബ ജീവിതം എപ്രകാരമായിരിക്കുന്നു, അമ്മ നമ്മുടെ ആത്മീയ ജീവിതം എപ്രകാരമായിരിക്കുന്നു, അമ്മ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നത്, എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി അവിടേക്ക് തിരിച്ചു വന്ന് തിരുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമെങ്കിൽ അത് വളരെ വിജയത്തിന്റെ നിമിഷങ്ങളായിരിക്കും പിന്നെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. അമ്മ പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഹൃദയത്തിൽ അമ്മ ഒരു തീരുമാനങ്ങൾ എടുക്കുക. ഒരു മടങ്ങി വരവിന്റെ അമ്മ ദിവസമായി തീരട്ടെ. അമ്മ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് വരുന്നാൽ ദൈവം നമ്മോട് അടുത്ത് വരും. അതാണ് എന്റെ വ്യത്യാസം. സ്വന്തം ദൈവമുണ്ട്, പിശാചുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. യേശു എന്ത് ചെയ്തു? പിശാച് വചനമൊക്കെ പറഞ്ഞാണ് വന്നത്. സ്വന്തം വചനം പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിൽ വന്നു. പക്ഷേ ലാസ്റ്റ് അമ്മ പിശാചിനോട് യേശു പറയുകയാണ്, എന്നെ വിട്ടു പോകും, ഓടിപ്പോകും. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അല്പസമയത്തേക്ക് മാറിയുന്നു. അല്പസമയത്തേക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, അല്പസമയത്തേക്ക് പിശാച് അവനെ വിട്ട് മാറിയുന്നു. അതിന്റെ അർത്ഥം അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു എന്നാണ്. അപ്പൊ യേശുവിന്റെ അടുക്കൽ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നുവെങ്കിൽ നമ്മുടെ അടുക്കൽ വരും. പ്രിയമുള്ളവരെ, അമേശ്വത്രം അത് മറന്നു പോകരുത്. അമേശ്വത്രം അപ്പോൾ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം, എപ്പോഴും നമ്മൾ അവൻ ജാഗ്രത ഉള്ളവരായിരിക്കണം. അവൻ പിന്നീട് എപ്പോഴാണ് യേശുവിന്റെ അടുക്കൽ ഇവൻ വരുന്നത്, ആ പിശാച് വന്ന് അതേപോലത്തെ ചോദ്യം ചോദിക്കുന്നത്. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പറയുകയാണ്, അന്ന് കല്ലിന് അപ്പമായി തീരാൻ നീ ദൈവപുത്രൻ എങ്കിൽ, കല്ലിന് അപ്പമായി തീരുവാൻ പറഞ്ഞ പിശാച് ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ താഴേക്ക് ഇറങ്ങി വാ. അവൻ അത്രയും നാൾ വെയിറ്റ് ചെയ്തു. അപ്പൊ ഇനി ലാസ്റ്റ് നിമിഷമാണെന്നാണ് അവന്റെ വിചാരം. അമേശ്വത്രം അപ്പോൾ വന്ന് പറയുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അവന്റെ പദ്ധതി തകർക്കുവാൻ വേണ്ടിയിട്ട്, യേശുവിന്റെ പദ്ധതി തകർക്കുവാൻ വേണ്ടിയിട്ട് പിശാച് അങ്ങനെ പറഞ്ഞപ്പോഴും അവൻ അപമാനം സഹിച്ചിട്ടും അവൻ ഇറങ്ങി വന്ന് കാണിച്ചു കൊടുത്തില്ല. ഞാൻ ദൈവപുത്രനാണെന്ന് അവനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. അമേശ്വത്രം അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിച്ചത് കൊണ്ട്, അവൻ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട്, ആ മണവാട്ടി സഭയെ യേശു സ്നേഹിച്ചത് കൊണ്ട്, അവൻ കാൽവരി കുരിശിൽ അവൻ കൈകാലുകളിൽ ആണികളെ തറയ്ക്കപ്പെട്ട് രക്തം വാർന്നൊലിച്ച് വേദനയാൽ അവനായിരിക്കുമ്പോഴും അവൻ അപമാനിക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ യേശു ഒന്നും പറഞ്ഞില്ല, അവൻ താഴേക്ക് ഇറങ്ങി വന്നില്ല. അമേശ്വത്രം എന്തുകൊണ്ട്? അവന്റെ ഹൃദയം നിറച്ച് നമ്മളുള്ള സ്നേഹമായിരുന്നു. അമ്മേ നമ്മെ സ്നേഹിച്ച ദൈവം, അമ്മേ മണവാട്ടി സഭയെ സ്നേഹിച്ച ദൈവം, അമ്മേ നമ്മെ ഓരോരുത്തരും കുറവുകളും കുറ്റങ്ങളും ഒന്നും അവൻ കണക്കിടാതെ എല്ലാം തന്നെ ശിരസിമേൽ ഏറ്റെടുത്തു. അമ്മേ നമ്മുടെ കുറവുകളെല്ലാം ശിരസിമേൽ ഏറ്റെടുത്തു. അമ്മേ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തു. അമ്മേ നമ്മുടെ അമ്മേ സ്വന്തം കുറവുകളെ കുറ്റപ്പെടുത്തിയില്ല, അവൻ നമ്മുടെ കുറവുകളെ കുറ്റപ്പെടുത്തിയില്ല. പിന്നെയോ അവൻ തലയിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിക്കുറിച്ച് യാഗമായി തീർന്നു. അവൻ സ്വയം യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് യേശുവിന്റെ സ്നേഹം. പ്രിയമുള്ളവരെ, ഇന്ന് എന്തിനാണ് ഭാര്യയും ഭർത്താവും, അമ്മേ നിനക്ക് ആ കുറവുണ്ട്, നിനക്ക് ഈ കുറവുണ്ട്, നീ അങ്ങനെയാണ്, നീ പണ്ടിയാണ്, നീ മണ്ടനാണ്, നിനക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ നീ ആവശ്യത്വം ചെയ്യുന്നതൊന്നും ശരിയല്ല, നിന്നെ കെട്ടിയാൽ അന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുമായിരിക്കും. എന്നാൽ യേശു പറയുന്നത്, അവൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരു പുതിയ തീരുമാനമെടുക്കാം. കർത്താവ് നീ എന്നെ പ്രകാരമാണ് സ്നേഹിച്ചത്. ഒന്ന് ചിന്തിച്ചോ, കഴിഞ്ഞ മാസത്തിൽ കർത്താവ് എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിച്ചാണ്? കഴിഞ്ഞ മാസം, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഓരോ ദിവസവും ഒന്ന് കണക്കൂട്ടി നോക്കുക, കർത്താവ് എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിച്ചാണ്? നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ? കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു. നമുക്ക് പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? അകത്ത് വേറെ കുറച്ച് നേരത്തെ ഇരിപ്പുണ്ട്, അകത്ത് വേറൊരു രൂപം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞില്ല, അവിടെ ഇപ്പോഴും ഇരിക്കുക, നമ്മൾ ഓർക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? ആ രൂപവും ഈ രൂപവും കൂടെ മാച്ച് ആകുന്നില്ല, അതും ഇതുകൂടെ മാച്ച് ആകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഫൈറ്റിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പൊ അതുകൊണ്ട് ഡിവോഴ്സ് ഉണ്ടാകുന്നു. ഇന്ന് പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് കേരളത്തിലാണ്, സാക്ഷര കേരളത്തിൽ. വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ഇവിടെ തിരിഞ്ഞു നോക്കിയാൽ പാസ്റ്റർമാരാണ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും ബന്ധകോസുകാരാണ്, വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വ്യവസ്ഥയിലല്ല കുടുംബങ്ങൾ പണിതിരിക്കുന്നത്. അങ്ങനെ പണിതാൽ വെറുതെ പണിയും, ഒരു ഉപയോഗമില്ല. സ്തോത്രം. പ്രിയമുള്ളവർ, ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഇനി ഒരു തീരുമാനമെടുക്കുക, എല്ലാം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയായിരിക്കും, എല്ലാം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയായിരിക്കും. പ്രിയമുള്ളവർ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ ഒരു ഹിതമുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, നമ്മൾ ഏത് പേസ്റ്റ് തയ്ക്കണമെന്ന് ദൈവത്തോട് വെച്ചാൽ പറഞ്ഞുതരും. നമ്മൾ കർത്താവ് ഞാൻ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, ഞാൻ ഏത് കമ്പനിയുടെ ബ്രഷ് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അതിന് വരെ ദൈവത്തിന്റെ ഹിതമുണ്ട്. ഇവിടെ കല്യാണം കഴിക്കുമ്പോൾ ചോദിക്കില്ല, പിന്നെയാണ് പേസ്റ്റ് ചോദിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഹിതമുണ്ട്. പക്ഷേ നീ അത് പേസ്റ്റ് വാങ്ങിക്കുക, അവിടെ പോവാ, എനിക്കൊരു ഹിതമുണ്ട്, ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ പറഞ്ഞുതരാം എന്നൊന്നും പറയില്ല. വേണമെങ്കിൽ മതി. അവിടെ കർത്താവ് ആദാമിനെ ഉവ്വ ഉണ്ടാക്കിയിട്ട് എന്ത് പറഞ്ഞു? മണ്ണിൽ നിന്നും ഈ ജീവവൃക്ഷ ഫലവും കായ്ക്കുന്ന ആ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും മണ്ണിൽ നിന്ന് മുളപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം മുളപ്പിച്ചു വെച്ചിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. എന്തുകൊണ്ടായിക്കോ, നീ ചെയ്താൽ നീ അനുഭവിക്കും. യന്ത്രമനുഷ്യനെ പോലെയല്ല ദൈവം സൃഷ്ടിച്ചത്. നിന്റെ മുമ്പ് നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്, നിനക്ക് ഏതോളം സെലക്ട് ചെയ്യാം, നീ സെലക്ട് ചെയ്യുന്നതിന്റെ നീ അനുഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെയുള്ള പെൺകുട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്തോത്രം കുടുംബജീവിതത്തിൽ എങ്ങനെയുള്ള വഴിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എനിക്കൊരു വ്യക്തിയെ അറിയാം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്.
അപ്പം എയർപോർട്ടിലാണ് അദ്ദേഹത്തിന്റെ മാതാവും പിതാവും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഒരു ജോലിയൊക്കെ ക്രമീകരിച്ചു. അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറൊക്കെ വാങ്ങിച്ച് ഇദ്ദേഹത്തിന് മുമ്പിൽ കൊടുത്തു. ഇനി ഇദ്ദേഹത്തിന് മിലിറ്ററി പോകുന്ന വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ ഒരു ആപ്ലിക്കേഷൻ ഇട്ടു, അതും വന്ന് കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ബൈബിൾ സ്കൂളിൽ പോകാൻ വേണ്ടി അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അതും വന്ന് കിടപ്പുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന് മേശപ്പുറത്ത് 3 കിടപ്പുണ്ട്. അതൊക്കെയാണ് ബൈബിൾ സ്കൂളിൽ പോകാം, മിലിറ്ററി പോകാം, എയർപോർട്ടിൽ വർക്ക് ചെയ്യാം. ഒന്ന് ആലോചിച്ചു, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കുറവുമില്ല, സാലറി എല്ലാം ഉണ്ട്, സ്റ്റാൻഡേർഡ് ജീവിതം, കുട്ടപ്പനായിട്ട് പോയിട്ട് വരാം. ഇനി അടുത്ത മിലിറ്ററിയിലാണെങ്കിലോ അത് അതിനേക്കാളും ബെസ്റ്റാണ്. എല്ലാ ആനുകൂല്യങ്ങളുണ്ട്, കുറച്ച് വർഷം വർക്ക് ചെയ്യാം, പിന്നെ റിട്ടയർഡ് ആവുന്നു, വീട്ടിൽ വന്നു, പിന്നെ അടുത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, ഒരു മാന്യതയുണ്ട്, എല്ലാം ഉണ്ട്. ബൈബിൾ സ്കൂളിൽ പോയാലോ? അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പോകണം തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവർ, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവം മാനിക്കും. ദൈവം കടക്കാരനല്ല. ദൈവത്തിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം തരാമെന്ന് പറഞ്ഞ ദൈവം, അമ്മ കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തിന് പ്രതി അമ്മൻ ആദാവിനെ പിതാവിനെ സഹോദരങ്ങൾ ആരെങ്കിലും വിട്ടുകളഞ്ഞാൽ സ്തോത്രം, അതിന് പകരമായി 100 ഇരട്ടി ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും തരുവാൻ തക്കോണം ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് ഉപേക്ഷിച്ച് കളയാതെ കർത്താവിനും പിന്നാലെ പോകാനും പറ്റത്തില്ല. അമ്മേൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ചിലത് ഉപേക്ഷിക്കുമ്പോൾ ദൈവം നീതിയെ കണക്കിടും. അല്ലെങ്കിൽ ശത്രുക്ക് മേശ അവനെ എന്ത് ചെയ്യുന്നു? അവര് പറഞ്ഞു, ദൈവം നമ്മെ വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലെങ്കിൽ ശരി, ഇനി തീച്ചുളപ്പിന് ചത്തുവാനും ശരി തന്നെ നമ്മൾ ഇതിനെ നമസ്കരിക്കും. ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അതിനെ നമസ്കരിക്കാൻ നമ്മളെ കിട്ടത്തില്ല. എന്ത് ചെയ്തു? തീച്ചുളെ പിടിച്ചു. അപ്പൊ അവിടെ നോക്കി 3 പേര് ഒറ്റയ്ക്ക് നിൽക്കാം. മറുവശത്താരൊക്കെ ഉണ്ട്? രാജാവുണ്ട്, ഇവരെ കൂടെയുള്ള മറ്റ് കപടഭക്തിക്കാരുണ്ട്, ഭക്തന്മാരാണ് അവരും. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോ എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. രാജാവുണ്ട്, രാജ്യം മുഴുവനും മറുവശത്ത്. ഇവിടെയോ 3 ബാലങ്ങൾ. ആര് ജയിക്കും? രാജാവും രാജ്യവും ഇവരുടെ കൂടെയുള്ള മറ്റു ജനങ്ങളും എല്ലാവരും ഒരു വശത്ത്, ഈ വശത്തോ 3 ബാലന്മാർ മാത്രം. ആര് ജയിക്കും? അവർ ദൈവത്തിന് വേണ്ടി നിന്നു. സ്തോത്രം. മരിച്ചാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവരെ കൈയും കാലും കെട്ടി തീച്ചുളെ കൊണ്ടുവന്നിട്ടു. അപ്പൊ ഈ ദൈവം നോക്കുകയാണ്, എനിക്ക് വേണ്ടി നിൽക്കുകയാണ് 3 ബാലന്മാർ, എന്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയാണ്. ദൈവം അവിടെ ഇരിക്കാൻ പറ്റില്ല. ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. തീച്ചുളയിൽ തന്റെ ദാസന്മാരോട് കൂടെ ഇറങ്ങി വന്നു. സ്തോത്രം. തീച്ചുളയിൽ ഇട്ടാൽ സാധാരണ സംഭവിക്കുന്ന രാജാവ് കാണുന്നത് എങ്ങനെയാണ്? കുറച്ച് കഴിയുമ്പോൾ വെന്ത് അവിടെ കിടക്കും, പിന്നെ തീ അണച്ച് അവരെ വെളിയിലിട്ട് കുഴിച്ചെങ്കും. രാജാവ് നോക്കിയപ്പോൾ 4 പേര് നടക്കുകയാണ്. ആരെയും കെട്ടിയിട്ടില്ല, എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. തീച്ചുളയിൽ 4 പേര് അങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ സംശയമായി, ഇനി വാ വിളിച്ചു. നമ്മൾ അകത്തിട്ടത് എത്ര പേരാണ്? 4 പേരാണോ 3 പേരാണോ? 3 പേരാണ് കേട്ടോ. പക്ഷെ നോക്കി 4 പേര് നടക്കുന്നു. ഇതെങ്ങനെ? അവരെ ദഹിപ്പിക്കുന്നുമില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാവരും വരാൻ പറഞ്ഞു. പുറത്തേക്ക് വന്നപ്പോൾ അടുത്ത് നിന്നപ്പോൾ തീയുടെ സ്മെല്ല് പോലുമില്ല. പ്രിയമുള്ളവരെ, സ്വന്തം ദൈവത്തിന് വേണ്ടി ചിലത് അവർ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി സമർപ്പിച്ചു. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. എന്ത് സംഭവിച്ചറിയാമോ? രാജാവും രാജ്യവും ജനങ്ങളെ മുഴുവനും ഇവർക്ക് അനുകൂലമായി തീർന്നു. അപ്പൊ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും നമുക്ക് അനുകൂലമാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും. സ്വന്തം എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും. പക്ഷെ വിശ്വാസം വേണം. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ. സ്തോത്രം. നമുക്ക് യൂട്യൂബില് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ചില പ്രസംഗം കേൾക്കാൻ പറ്റും. അവർ യേശുവിന്റെ വചനം പഠിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് പ്രസംഗിക്കും. അത് കേട്ടാ തോന്നും ഇവൻ രക്ഷിക്കപ്പെട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് ഇപ്പം പോകും തോന്നും. അത്ര ആ രീതിയിലുള്ള പ്രസംഗം. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വിട്ടാൽ അതെല്ലാം പഠിച്ചിട്ട് അദ്ദേഹം അതിലും പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം ആൾ ഡീപ്പാണെന്ന് തോന്നും. പക്ഷേ അതിൽ കാര്യത്തിലൊന്നുമില്ല. പ്രസംഗിക്കാൻ എളുപ്പമാണ്, കാര്യം പറയാൻ എളുപ്പമാണ്, എനിക്ക് വിശ്വാസം പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് തെളിയിച്ചു കൊടുക്കാനാണ് പാടും. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. അത് നമ്മുടെ സ്വന്തം വിശ്വാസം പ്രഖ്യാപിക്കുന്ന മാത്രമല്ല, ട്രസ്റ്റ് കൂടെ വേണം. ട്രസ്റ്റ് നമ്മൾ അതിനെ ആശ്രയിക്കുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ പറയുമ്പോഴല്ല, അതിൽ നമ്മൾ ആശ്രയിച്ച് കാണിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും ഭാരത്തോട് പ്രയാസത്തോടെ ഇരിക്കാറുണ്ട്. സ്തോത്രം. യേശുവിന്റെ മേൽ വെച്ചു കൊടുക്കാൻ പറയുകയാണ്. വെച്ചു കൊടുക്കാൻ പലപ്പോഴും മനസ്സില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ യേശുവിനെ വെച്ചു കൊടുത്താൽ നമ്മൾ ചിന്തിക്കുന്നതാണ്, എന്റെ ഭാരം ഞാൻ തന്നെ ചുമന്ന് ഞാൻ തന്നെ സോൾവ് ചെയ്താലേ സോൾവ് ആകത്തുള്ളൂ. ഇത് കർത്താവിന്റെ മേൽ വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസ്സിലാകത്തുള്ളൂ ഇരിക്കുള്ളൂ. എന്തുകൊണ്ട്? കർത്താവിൽ വിശ്വസിപ്പാൻ കഴിയുന്നില്ല. യേശുവിനെ എന്നെ സഹായിപ്പാൻ കഴിയുമെന്ന് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. യേശുവിൽ വിശ്വാസമില്ല. പറയുന്നത് മാത്രമേ ഉള്ളൂ, വിശ്വാസവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, പ്രാർത്ഥിക്കുന്നവനല്ല. മണിക്കൂറുകൾ 5 ഇരുന്ന് പ്രാർത്ഥിച്ചാലും കാര്യമില്ല. ഉള്ളത്തിൽ വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വന്നില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പൊ അന്നാളിൽ എന്താ പറയുക, അനേകർ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അതായത് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അവർ പ്രവൃത്തിയിൽ അധർമ്മമാണ്. സ്തോത്രം. അവർ അത്ഭുതങ്ങൾ ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ പ്രവൃത്തിയെല്ലാം അധർമ്മം പപ്പയും. അപ്പൊ സ്തോത്രം. ദൈവം നോക്കുന്ന നമ്മുടെ പ്രവൃത്തിയാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് കർത്താവ് നോക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്.
സ്തോത്രം. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആലയത്തിൽ വരുന്നു, കൈയടിച്ച് ആരാധിക്കുന്ന അന്യഭാഷ പറയുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഭാഷകൾ പറയുന്നു. അതാണ് ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവൃത്തി എന്തെന്നാണ്. സ്തോത്രം. അത് മറ്റാരും കാണുകയില്ല, മറ്റാരും അറിയുകയില്ല. എപ്പോഴാണ് അറിയുന്നത്? അന്ന് അറിയും. ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയും, അപ്പോഴാണ് അറിയുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വ്യവസ്ഥ വിട്ട് ഒന്നിനും പോകരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് ഒരിടത്തും പോകരുത്, പരാജയപ്പെട്ടു പോകും. അവൻ ആരാണോ എവിടെയാണോ ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് പ്രവർത്തിച്ചത് അവിടെ പരാജയം സംഭവിച്ചു. അവൻ സ്തോത്രം. ദാവീദ് പുറത്തേക്ക് നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു. അവന്റെ കണ്ണ് അവനെ വശീകരിച്ചു. അവൻ ചില പ്രവൃത്തികൾ ചെയ്തു, ദൈവത്തെ വിട്ട് ചില പ്രവൃത്തികൾ ചെയ്തു. അവൻ പരാജയം സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ അങ്ങനെ ആരാണോ ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് തിരിഞ്ഞു പോയത് അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. ദൈവത്തിന്റെ ശിക്ഷ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധമാണ് നമ്മോട് പറയുന്നത്, ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് നമ്മൾ ഒരിടത്തേക്കും കടന്നു പോകരുത്. അവൻ സ്തോത്രം. എന്തുകൊണ്ട് സമാധാനമില്ല? എന്തുകൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ഭാരം? എന്തുകൊണ്ടാണ് കടഭാരം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടേയിരിക്കുന്നത്? അവൻ ദൈവമില്ല, യേശു നമ്മുടെ കുടുംബത്തിലില്ല, യേശു നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, സമാധാനമില്ല, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞാൻ യേശുവിനെ അറിയുന്നുണ്ട്, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. എനിക്ക് അവൻ സ്വത്രം എപ്പോഴും ഭാരമാണ്. എന്റെ കല്ലെടുത്ത് വെച്ചതുപോലെ എന്റെ ഹൃദയത്തിൽ ഭാരമാണ്. എനിക്കൊന്നും ചിന്തിക്കുവാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചിരിക്കുവാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ആക്റ്റീവായിട്ട് നിൽക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തോട് ചേരണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മീയമായി ഉയരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചത്? അവൻ സ്വത്രം എന്നുള്ള ഭാരത്തോടെ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ സ്വത്രം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് അവൻ പോകുന്നത് മതിയാക്കുക. അവൻ സ്വന്തം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഹൃദയം വ്യവസ്ഥ വിട്ടു പോകാതെ ഇരിക്കണം. അവൻ സ്വന്തം ആ ഹൃദയത്തിലാണ് ദൈവം സമാധാനത്തെ അയക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കുക. വെളിപ്പാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിക്കും. 3-4 വാക്യം വായിക്കും. മതി. സ്തോത്രം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമാധാനം എടുത്തു കളയും. സമാധാനം എടുത്തു കളയുവാൻ ദൈവം ഒരുത്തിന് അധികാരം കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം എടുത്തു കളയുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റാണ് സമാധാനം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് എന്ന ഗിഫ്റ്റ് പോലെ ഒരു തരം ആത്മാവാണ് സമാധാനം. ഹല്ലേലൂയ. ചുമ്മാ പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. 2 രീതിയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്നത് പോലെ അല്ല. സ്തോത്രം. എല്ലാ കാര്യത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചൈനക്കാരുണ്ടാക്കും. എന്തോ സാധനം ഒറിജിനൽ ഇറങ്ങിയാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചൈനക്കാരുണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നതെന്ന് കർത്താവ് നമ്മോട് വ്യക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലാണ്. ശ്രദ്ധിക്കണമേ, കർത്താവ് തരുന്ന സമാധാനം അൺകണ്ടീഷണലാണ്. കർത്താവ് തരുന്ന സ്നേഹം അൺകണ്ടീഷണലാണ്. സ്തോത്രം. എന്നാൽ ഈ ലോകം തരുന്നത് കണ്ടീഷൻ, വിത്ത് കണ്ടീഷൻ. നമുക്ക് പരസ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ എന്ന് പറയും. അതുപോലെയാണ് ഈ ലോകം തരുന്നതല്ല. ഈ ലോകം തരുന്ന സമാധാനത്തെ കുറിച്ച് വിശദീകരിക്കാം. സ്തോത്രം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെ കുറിച്ചാണ്. അല്ലെങ്കിൽ അവൻ കുടുംബം ചേർന്ന സഭ ഉണ്ടാക്കുന്നത് എല്ലാത്തിനും ബേസിക് കുടുംബമാണ്. ആ കുടുംബം നേരെ ആയാൽ എല്ലാം നേരെയാവും. സ്തോത്രം. എന്നുകൊണ്ട് അവൻ ദൈവം കുടുംബം പണിയേണ്ടതിന് വേണ്ടി ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. നമ്മൾ ഒരു കുട്ടിയെ നോക്കുക. കുട്ടി സ്തോത്രം എന്ത് മിഠായി വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. സ്തോത്രം. വൈകുന്നേരമായി പപ്പ വന്നു, മിഠായി കിട്ടിയില്ല, കരയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് കരയുന്നത്? മിഠായി കിട്ടിയില്ല. ശരി, അപ്പൊ കരച്ചു നിർത്താൻ വേറെ ഒരു വഴിയില്ല, അടുത്ത കടയിൽ പോയി മിഠായി വാങ്ങിച്ചു കൊടുത്തു. സമാധാനമായി. ആ കുട്ടിക്ക് സമാധാനമായി. എന്നാൽ ആ സമാധാനം എത്ര ദിവസം നിൽക്കും? അടുത്തൊരു കാര്യം കിട്ടാതെ വരുമ്പോൾ വീണ്ടും കരയും. അത്രേ ഉള്ള സമാധാനം. അതാണ് ഈ ലോകം തരുന്ന സമാധാനം. പിന്നെയോ, നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി കരയുകയാണ്. എനിക്കൊരു കാര്യം മിസ്സായിപ്പോയി, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം നഷ്ടപ്പെട്ടു, ഭാരപ്പെട്ടു, കരഞ്ഞു, സമാധാനമില്ല, ടെൻഷനായി. അതെപ്പോൾ തിരിച്ചു കിട്ടുമോ അപ്പോൾ സമാധാനം വരും. അതാണ് ഈ ലോകം തരുന്ന സമാധാനം. ടെമ്പററി ആണ്, എന്നാൽ കണ്ടീഷനാണ്. എപ്പോഴാണോ നമ്മുടെ അവസ്ഥ മാറുന്നത് അപ്പോൾ മാത്രമേ ലഭിക്കത്തുള്ളൂ. അതായത് സ്തോത്രം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മഹത്യ ചിന്ത കടന്നു വന്നു. അതിന് പല കാരണങ്ങളുണ്ടായി. അതായത് സ്തോത്രം, ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്തോത്രം പരീക്ഷ വന്നു, എഴുതി, ടെൻഷനാണ്. പരീക്ഷ റിസൾട്ട് അറിയുന്നവരെ ടെൻഷനാണ്. ജയിക്കുമോ തോൽക്കുമോ? തോറ്റാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ജയിച്ചാൽ സന്തോഷം. അങ്ങനെ ഇരുന്നു. റിസൾട്ട് വന്നു, തോറ്റു, സമാധാനമില്ല, കണ്ടീഷൻ മാറിയിട്ടില്ല, തോറ്റു. അതേസമയം ജയിച്ചാലോ സന്തോഷം. അപ്പൊ കണ്ടീഷനെ ബേസ് ചെയ്താണ് ഈ ലോകം തരുന്ന സമാധാനം. പ്രിയമുള്ളവർ, അങ്ങനെ എത്ര പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നാൽ ദൈവം തരുന്ന സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം.
ആ സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഏത് കുടുംബത്തിലാണോ ദൈവമില്ലാത്തത്, ഏത് കുടുംബത്തിലാണോ യേശു ഇല്ലാത്തത്, ആ കുടുംബത്തിന് സമാധാനം പ്രാപിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. ഏത് കുടുംബത്തിലാണോ യേശുവില്ലാത്തത് അവർക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ അവലാതിപ്പെടുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, അമേശ്വർ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ യേശു തരുന്ന സമാധാനമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നാൾ ഈ സമാധാനം ഈ ഭൂമിയിൽ തന്നെ എടുത്തു മാറ്റപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ സമാധാനത്തെ എടുത്തു കളയുവാൻ അധികാരം ദൈവം കൊടുക്കുവാൻ കാലമായിരിക്കുന്നു. നാം ചുറ്റുപാട് നോക്കുക, ന്യൂസ് പേപ്പർ വായിച്ചു നോക്കുക, അമേശ്വർ സോഷ്യൽ മീഡിയ നോക്കുക. അമേശ്വർ പരസ്പരം കൊല്ലുകയാണ്. അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനെ അമ്മയും കൊല്ലുന്നു, സഹോദരങ്ങൾ പരസ്പരം കൊല്ലുന്നു, കൂട്ടുകാർ പരസ്പരം കൊല്ലുന്നു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അമ്മ അന്യോന്യം കൊല്ലുവാൻ, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം അവൻ സ്തോത്രം സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അവൻ എവിടെയാണോ സമാധാനം എടുത്തു കളയപ്പെടുന്നത് അവിടെയാണ് കൊലപാതകം നടക്കുന്നത്. എവിടെയാണോ അവൻ സമാധാനം, ദൈവിക സമാധാനം എടുത്തു കളയപ്പെടുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവൻ ഏത് കുടുംബത്തിലാണോ ദൈവിക സമാധാനം ഇല്ലാതിരിക്കുന്നത് അവിടെ കൊലപാതകം ഉണ്ടാകാം. അവൻ അതിനപ്പുറം സംഭവിക്കാം. അവൻ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനമുണ്ടോ? അവൻ സാധാരണ സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തോന്നുന്നു എന്റെ ഒരു അനുഭവം. സ്തോത്രം. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സ്തോത്രം ഞാനിങ്ങനെ എല്ലാവർക്കും ബൈബിൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. സ്തോത്രം. അങ്ങനെ ബൈബിൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു ഹിന്ദുവായ ഒരു സഹോദരിക്കും ബൈബിൾ വാങ്ങി കൊടുത്തു. ചുരുക്കി പറയട്ടെ, ഒരു ദിവസം ആ ബൈബിളുമായിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായി, അടുത്തിന് എനിക്ക് അടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം? അപ്പോൾ പറഞ്ഞു പ്രശ്നം ഉണ്ടായി. എന്താണ് പ്രശ്നം? അവരുടെ കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നത്തിൽ അവരുടെ ചില ഫാമിലിയിലുള്ളവർ ഇവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ അത് ചെയ്ത് ഇത് ചെയ്ത് കളയും, ഹിന്ദു സമല്ലോ. അപ്പൊ അങ്ങനെ പല രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിൽ മുഖാന്തരം ഇവർ ഭയപ്പെട്ടു. കാരണം ഈ കുട്ടിയുടെ ഭർത്താവും ഈ കുട്ടിയുടെ അപ്പനും ഗൾഫിലാണ്, അമ്മയും മകളും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് വളരെ ഭാരം തോന്നിയിട്ട് ഇനി ജീവിക്കുന്ന ചത്തുകളയാം, ഇനി മരിച്ചു കളയാം, ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അവിടെ ആരെ അറിയിക്കണ്ട, അവരെ വിഷമിക്കും. അപ്പോൾ എന്തായാലും ആത്മഹത്യ ചെയ്യണം. അത്രമാത്രം അവർക്ക് താങ്ങുവാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു ആ ഭാരം. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങുവാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള ഭാരം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് താങ്ങുവാൻ കഴിയാതെ അവൻ സ്വയം നശിച്ചു പോകുന്നു, നശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ അവർ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാം. അപ്പൊ അമ്മയും മോളും കൂടെ തീരുമാനിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു ബൈബിൾ കിട്ടിയല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ആ ബൈബിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അവസാനത്തെ ഒരു ചാൻസ് ആണ്, അവസാനത്തെ ഒരു ട്രയലാണ്. അങ്ങനെ ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ബൈബിൾ എടുത്തു, തുറന്നു, എന്തോ വായിച്ചു. എവിടെ തുറന്നെടുത്തു, കിട്ടിയ ഭാഗത്തുനിന്ന് ഒരു അക്ഷരം കൂട്ടി, മലയാളം ആയതുകൊണ്ട് അക്ഷരം കൂട്ടി വായിച്ചു. ഇന്നും അറിയത്തില്ല ഏത് ഭാഗമാണ് വായിച്ചതെന്ന്, അതിന്റെ അർത്ഥം അറിയത്തില്ല, എന്താണ് ഒന്നും അറിയത്തില്ല. അക്ഷരം കൂട്ടി വായിച്ചു. എന്നാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എവിടെ നിന്നോ ഒരു ശക്തി ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ അസമാധാനത്തെ, ആത്മഹത്യ ചിന്തയെ എടുത്തു മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. അൺകണ്ടീഷനാണ്, കണ്ടീഷൻ ഒന്നും മാറിയിട്ടില്ല, സിറ്റുവേഷൻ സെയിം ആണ്. അവൻ സ്വന്തം എല്ലാം അപ്പോഴും അതുപോലെ ഉണ്ട്. ഭീഷണിയുണ്ട്, ആത്മഹത്യയിൽ കുറിച്ച് ചിന്തിക്കേണ്ട എല്ലാ അവൻ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ തന്നെ അവൻ ആരോ അവരുടെ ഹൃദയത്തിൽ നിന്നും ആത്മഹത്യ ഭാരത്തെ എടുത്തു മാറ്റി. അതാണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞ യേശു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നത് എങ്ങനെയാണ്? അത് കണ്ടീഷനാണ്. കണ്ടീഷൻ മാറുമ്പോൾ സമാധാനം വരും, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കണ്ടീഷൻ അങ്ങനെ തന്നെ ഇരുന്നാലും ആൾക്കാർ ചിന്തിക്കും, ഇവൻ കടന്നു പോകുന്ന തിരിച്ചുകൊള്ളലൂടെ അല്ലയോ, അവൻ എന്നും പ്രയാസമാണ്, പ്രതികൂലമാണ്, അവൻ ചിരിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്, എവിടെ നിന്ന് കിട്ടി? അതാണ് ദൈവിക സമാധാനം. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. നമ്മളെ ബുദ്ധി കൊണ്ട് അടക്കുവാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. അവൻ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ദൈവം സമാധാനത്തെ കൊടുത്താൽ അവൻ ഒരു ഭാരത്തിനോ ഒരു പ്രയാസത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ വാളിനോ അവൻ പ്രതികൂലത്തിനോ അപമാനത്തിനോ അവന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അതാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ സമാധാനം ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം ദൈവത്താൽ പണിയപ്പെട്ട കുടുംബമാണ്. ഹല്ലേലൂയ. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴെങ്കിലും സമാധാനമില്ല തോന്നുമ്പോൾ അമിസ്തോത്രം അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാത്രമേ ഈ സമാധാനം നമുക്ക് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ആ സമാധാനം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. സ്തോത്രം. മറ്റുള്ളവരെയും കൂടി അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മൾ സമാധാനം ഉണ്ടാക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടി സമാധാനം ഉണ്ടാക്കുമെന്നൊക്കെ വേണം. ഈ ഒരു സന്ദേശം അവർക്ക് കൂടി കൊടുക്കുമ്പോൾ അവൻ ദൈവത്തിന് വചനം പറഞ്ഞ പോലെ സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവന്മാർ. അവൻ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കും. അതായത് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, അവൻ ദൈവത്തെ മുഖാമുഖം കാണുവാൻ അവൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ സ്വന്തം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമാധാനം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ സമാധാനം മറ്റുള്ള ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈ സമാധാനം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏത് സമാധാനം? യേശു തരുന്ന സമാധാനം.
പ്രിയമുള്ളവർ, അത് നമുക്ക് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അമ്മേ സ്തോത്രം. ആയതുകൊണ്ട് ഇന്ന് രാത്രികാലം ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ ആ സമാധാനം എടുത്തു കളയപ്പെട്ടിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ആ സമാധാനം ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ? അത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അമ്മൻ അങ്ങനെയെങ്കിൽ ആ സമാധാനം വീണ്ടും ദൈവത്തിന് പ്രാപിക്കുമെന്നൊക്കെ വണ്ണം അമ്മ നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രികാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ സ്തോത്രം, ദൈവം അവൻ നമ്മുടെ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, വെറുതെയാണ്. അവൻ സ്തോത്രം ആദാമിനെ അവയൊക്കെ കണ്ടു. അവൻ സ്തോത്രം ദൈവം എങ്ങനെയാണ് കുടുംബത്തെ പണിഞ്ഞതെന്ന് കണ്ടു. എന്നാൽ ഇന്ന് എങ്ങനെയാണ് നമ്മൾ പണിയുന്നതെന്ന് കണ്ടു. സ്തോത്രം. നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അവൻ സ്തോത്രം. ഒരു കുടുംബത്തെ ഉണ്ടാക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ തീരുമാനിക്കുമ്പോൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അവൻ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്ലാനും പദ്ധതിയുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നു. ദൈവത്തിന് ഒരു സ്ഥാനമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഇന്ന് എവിടെയാണ് ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നത്? ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് എവിടെയെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നപ്പോഴാണ് ലാസ്റ്റ് വേറൊരു വഴി ഇല്ലാതെ വരുമ്പോൾ ഇതാണ് കൈമണിക്കണം. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ പ്രിയമുള്ളവരായതുകൊണ്ട് അവൻ ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. അവൻ നമ്മുടെ ജീവിതത്തെ ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കും. ഇന്ന് രാത്രികാലം അവൻ അപ്രകാരം നമ്മൾ ദൈവത്തിന്റെ പദ്ധതി അല്ലാതെ നമ്മുടെ പദ്ധതികൾ പ്ലാനുകൾ തയ്യാറാക്കി നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അതിനെ എടുത്തു മാറ്റി പൂർണ്ണമായും നമ്മുടെ ഹൃദയത്തിൽ തന്നെ എടുത്തു മാറ്റുക. അവൻ സ്വന്തം ഒരു പുതിയ ജീവിതം നയിക്കുക. യേശുവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ കൊടുക്കുകയാണ്. യേശുവിന് വേണ്ടി ഞാൻ എന്റെ ഹൃദയത്തെ കൊടുക്കുകയാണ്. അവൻ ഇന്നു മുതൽ യേശു എന്നെ കൊടുക്കിയിരിക്കും. ഇന്നു മുതൽ യേശു എന്നെ പണിയും. ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് കടന്നു പോകാൻ കഴിയുമെങ്കിൽ അവൻ സ്വന്തം യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴും. അത് ഇത്ര മനോഹരമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഇത്ര സന്തോഷം തരുന്ന അവസ്ഥയാണ്. അവൻ പ്രിയമുള്ളവർ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിലും മറ്റാരും വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തൊന്നും വേണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് അനേകർ ഓടിക്കൊണ്ട് നടക്കുകയാണ് വസ്തു വെട്ടിപ്പിടിക്കുവാൻ. അവൻ സ്തോത്രം അവിടെ അടികൂടി അവൻ സ്തോത്രം അവന്റെ വസ്തു കൂടി കൈവശമാക്കുവാൻ, അവൻ അതിന് പിഴുത് മാറ്റിവെക്കുവാൻ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തുടങ്ങി അവൻ സ്തോത്രം അന്യന്റെ ഭാര്യയെ കൈവശമാക്കുവാൻ അവൻ തുടങ്ങി ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. എന്താണ് അവർ ചിന്തിക്കുന്നത്? ഈ ലോകത്ത് തന്നെയാണ് എല്ലാം. അവൻ ഈ ലോകത്ത് നിന്ന് കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി അവൻ സ്തോത്രം അവർ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് പറയുന്നത്, അവൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ച് വേദനിച്ചു. ഈ ലോകത്ത് നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. അവൻ സ്തോത്രം അവൻ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, ചില ചുരുങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്? അവൻ സ്തോത്രം. നിനക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം അവൻ നിത്യജീവനുണ്ട്. അവൻ അവിടത്തേക്ക് വേണ്ടി ചില സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി കൂട്ടിവെക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. അവൻ പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയിട്ട് ഈ ലോകത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിന് വേണ്ടി നാം സമ്പാദിക്കുന്നുവെങ്കിൽ, അവൻ സ്തോത്രം ഈ മരണശേഷം അവൻ അവിടേക്ക് കടം ചെല്ലുമ്പോൾ അവൻ നമ്മുടെ അക്കൗണ്ട് 0 ആയിരിക്കും. അവൻ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവർ തീരുമാനമെടുക്കുക. അവൻ കർത്താവ്, ഇന്നു മുതൽ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കും. ഇന്നു മുതൽ എന്റെ ഭവനം പണിയുന്നതിന് വേണ്ടി ഞാൻ അധ്വാനിക്കും. ഈ ഭൂമിയിലെ ഭവനം പണിയുവാനല്ല. അവൻ കർത്താവ് എന്റെ സ്വർഗത്തിലെ ഭവനം പണിയുവാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ അധ്വാനിക്കാൻ പോവുകയാണ്. അവൻ സ്തോത്രം. ഞാൻ വിശ്വാസത്തെ ബലപ്പെടുവാൻ പോവുകയാണ്. എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ പോവുകയാണ്. യേശുവേ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. യേശുവിന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരണമേ. അവൻ സ്തോത്രം. യേശുവേ അങ്ങയെ ഞങ്ങൾക്ക് വേണം. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ പൂർണ്ണമായി അവൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോവുകയില്ല. അവൻ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കും. അവൻ നമ്മുടെ യൗവനക്കാർ തെറ്റിപ്പോവുകയില്ല. അവൻ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഇരിക്കും. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ യേശുവിന്റെ കരത്തിൽ അവൻ നമ്മൾ കുഞ്ഞുങ്ങൾ വഹിക്കപ്പെടുന്നുവെങ്കിൽ, യൗവനക്കാർ വഹിക്കപ്പെടുന്നുവെങ്കിൽ അവൻ സ്വന്തം ദൈവത്തോടുള്ള ഉടമ്പടിയിൽ വ്യത്യാസം വരാതെ അവൻ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ അവർ മുന്നോട്ട് കടന്നു പോകുന്നെങ്കിൽ അവർ തെറ്റിക്കുവാൻ ഒരു മയക്കുമരുന്നിന് കഴിയുകയില്ല. അവർ തെറ്റിക്കുവാൻ ഒരു കഞ്ചാവിന് കഴിയുകയില്ല. അവർ തെറ്റിക്കുവാൻ ഒരു മദ്യത്തിന് കഴിയുകയില്ല. അവൻ സ്വന്തം. പ്രിയമുള്ളവരെ, എപ്പോഴാണ് എഗ്രിമെന്റ് തെറ്റുന്നത്? എപ്പോഴാണ് ദൈവത്തോട് നീ കൊടുത്തിരിക്കുന്ന ഉടമ്പടികൾക്ക് മാറ്റം വരുന്നത്? അക്രമ സമരം ഭൂടബലസ്കിയതേ അവൻ അപ്പോഴാണ് ദൈവം കടന്നു അവൻ കാർമ ജനകരകതേ അവൻ നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ കഴിയാതെ വണ്ണം അവൻ വിഖാരകസം ജനകരകതേ അവൻ വിഭാവന ദൂനകരകസ്യ അവൻ തെറ്റിപ്പോകുമ്പോൾ വിശാലതയിലേക്ക് കടന്നു വന്ന് അവൻ അവകാശം പറയുന്നു. അവന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിടുന്നു. അവൻ സ്വന്തം രാത്രി പറയാൻ, എനിക്ക് വിശാലത വേണ്ട, അവന്റെ പ്രവൃത്തികളെ വേണ്ട, എനിക്ക് യേശുവിനെ മതി, യേശുവിന്റെ സമാധാനം മതി, എനിക്ക് യേശുവിന്റെ രക്ഷ മതി, എനിക്ക് യേശുവിന്റെ കൂടെ ഇരുന്നാൽ മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. അവൻ സ്വന്തം അല്പകാലം ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശുവിന് വേണ്ടി ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരും. അവൻ രാജാവെ വരുമ്പോൾ ഞാൻ ലഭിച്ചു പോകുകയില്ല. ഞാൻ യേശുവിന്റെ കൂടെ എടുക്കപ്പെടുമ്പോൾ അവിടെ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി അവൻ ഭവനം പണിതിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പോടെ പറയുവാൻ തക്കവണ്ണം അവൻ ഈ ലോകം അവന്റെ ഞങ്ങൾക്ക് യോഗ്യമല്ല. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. പ്രിയമുള്ളവരെ, അവൻ യേശുവിന്റെ നാമത്തിൽ രാത്രികാലം അവൻ ഭവനങ്ങളുടെ മേൽ, അവൻ കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ അവൻ സ്വന്തം അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പ്രവൃത്തികളെയും രാത്രി അവൻ സ്വന്തം സ്വയം അവൻ എടുത്ത് പുറത്തു കളയുക. അവൻ പറയുക, യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എനിക്ക് വിശാലത വേണ്ട, അവന്റെ പ്രവൃത്തികൾ വേണ്ട, അവന് മനുഷ്യ പദ്ധതികൾ വേണ്ട. ഇന്ന് മുതൽ യേശുവിന്റെ സമാധാനം എനിക്ക് വേണം. യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. എനിക്ക് യേശുവിന് മതിയുടെ പറയാം, വിശാല വേണ്ട പറയാം. അവൻ നിങ്ങൾക്ക് ഓടിപ്പോകും. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ വിശമായിട്ട് പരാജയപ്പെടുത്തി അവരുടെ പ്രാണികളും അവരുടെ പദ്ധതികളും എല്ലാം തകരുമാറാകട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ. ആ കുരിശിലെ കൊടി ഉയരട്ടെ. ആ കുരിശിലെ കൊടി ഉയരട്ടെ. അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ നമ്മെ എത്രത്തോളം സ്നേഹിച്ചു. അവൻ നാം അവൻ അറിയാതിരിക്കെ, നാം അവൻ കലർത്തിയാതിരിക്കെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ സ്നേഹം എത്ര വലിയതാണ്. അവൻ ആ സ്നേഹത്തിന് മുമ്പാകെ ഈ രാത്രികാലം നമുക്ക് തന്നെ താഴ്ത്തി കൊടുക്കണം. അവൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. അവൻ ഒരു സഭയിൽ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് രാത്രികാലം അങ്ങനെ അങ്ങോട്ട് സംസാരിച്ചിട്ടൊക്കെ സ്തോത്രം. കർത്താവെ, അങ്ങോട്ടുള്ള ഉടമ്പടിയിൽ ഒന്നും തെറ്റിപ്പോകുവാൻ ഞങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ട കർത്താവെ. അങ്ങോട്ടുള്ള ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു ജീവിതം മതി കർത്താവെ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. വേദപുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ആമേൻ അപ്രകാരമുള്ള കുടുംബജീവിതം ആമേൻ സ്തോത്രം മതി കർത്താവെ. അങ്ങയാൽ പണിയപ്പെടുന്ന കുടുംബം മതി കർത്താവെ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആമേൻ എന്റേതായിട്ടുള്ള പദ്ധതികളും പ്ലാനുകളും എന്റെ ഹൃദയത്തിൽ ഞാൻ എടുത്തു മാറ്റുകയാണ്. അപ്രകാരം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഞാൻ എടുത്തു മാറ്റുകയാണ്. കർത്താവെ, പകരം എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. ആ സ്നേഹം എനിക്ക് തരണം. ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്നാണ്. മറ്റുള്ളവരെ കേൾക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്നാണ്. ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് മതിയാക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്നാണ്. ആമേൻ. മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന സംസാരങ്ങളെ ഒഴിവാക്കുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ. ആമേൻ. കാലിൽ മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ അസൂയപ്പെടുന്ന ഹൃദയത്തെ അവിടുന്ന് ശാസിക്കണമേ കർത്താവെ. ആമേൻ. മറ്റുള്ളവർക്ക് നന്മ വരുവാൻ ആഗ്രഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ആമേൻ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിന്റെ പൈതലെന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആമേൻ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന എന്നെ ഒന്ന് പണിയണമേ. ആമേൻ. അന്ന് പണിയണമേ കർത്താവെ. എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറയുക. ആമേൻ സ്തോത്രം. ഞാൻ വട്ടപൂജ്യമാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് പറയുക. ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് ചിലർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ, അവൻ യേശു നിന്നോട് പറയുന്നു, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആമേൻ. വചനം പറയുന്നത് മുന്തിരിവള്ളിക്ക് ആമേൻ സ്തോത്രം കൊമ്പുകൾക്ക് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ യേശുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആമേൻ. പ്രിയമുള്ളവരെ, രാത്രികാലം അവൻ വല്ലതും ചെയ്യാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ യേശുവിനോട് കൂടെ ചേർന്ന് വസിക്കുക. യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിലും നമ്മൾ യേശുവിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നമ്മൾ ഇച്ഛിക്കുന്നത് നമുക്ക് പ്രാപിപ്പാൻ കഴിയും. അവൻ രാത്രികാലം യേശുവിന് മതി എന്ന് പറയുക. അവൻ നമ്മുടെ പ്രവൃത്തികളെ മാറ്റിവെക്കുക. കർത്താവ്, എനിക്കൊന്നും കഴിയില്ല. രാത്രികാലം എന്നെ തന്നെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞാൻ വട്ടപൂജ്യമാണ് കർത്താവെ. അങ്ങ് എന്നിനോട് പ്രവർത്തിക്കണമേ. ഒരു ഉപകരണമായി എന്നെ സമർപ്പിക്കുന്നു കർത്താവെ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെ പോലെ, നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സൈക്കിളിനെ പോലെ, നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബൈക്കിനെ പോലെ നമുക്ക് ആയിത്തീരാം. കർത്താവ് നമ്മൾ എടുത്തുകൊണ്ട് പോകട്ടെ. കർത്താവിന് ഇഷ്ടമുള്ളത്തേക്ക് എടുത്തുകൊണ്ട് പോകട്ടെ. അവൻ ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊള്ളട്ടെ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ആ കുശുവന്റെ കയ്യിൽ കളിമണ്ണെന്ന പോലെ ഈ ലോകത്തെ മേലെ കുശുവന്റെ കയ്യിലേക്ക് ഇന്ന് രാത്രിക്കാലം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ പണിയും മനോഹരമായ പാത്രമാക്കി, അനേകർക്ക് അവൻ പ്രയോജനമുള്ള പാത്രമാക്കി, അവൻ സ്വർഗരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന പാത്രമാക്കി, അവൻ സ്തോത്രം സമാധാനമുള്ള പാത്രമാക്കി, സന്തോഷം നിറഞ്ഞ പാത്രമാക്കി പണിയുമാറാകട്ടെ. രാത്രികാലം അവൻ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിനായി അവൻ കുടുംബങ്ങളെയും അവൻ സ്തോത്രം ഹല്ലേലൂയ വ്യക്തികളെയും ആലയത്തെയും അവൻ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ദൈവികമായിരിക്കുന്ന അനുഗ്രഹവും നന്മകളും ഉണ്ടാകട്ടെ. കർത്താവ്, ഇന്ന് മുതൽ അങ്ങനെ ഞങ്ങളെ പണിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ സ്തോത്രം. അവിടെ നിങ്ങൾ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. സകലമാനം മുഖത്തും പൊഴിച്ച് അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.